മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര എമേർജിങ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണല്ലേ സോ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ. അപ്പോൾ എന്താണ് മെന്റൽ ഹെൽത്തിലെ കറന്റ് ട്രെൻഡ്സ്? അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഒരു കുറച്ച് പാനലിസ്റ്റുകാർ വന്നിട്ടുണ്ട്. ഇത് ഡോക്ടർ റോബിൻ, നമ്മുടെ വെൽമോണ്ടിലെ ബ്രാൻഡ് അംബാസിഡർ ആണ്. Thank you. ഡോക്ടർ നിഖിൽ ജോർജ്, ഹി ഈസ് ദ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഇൻ പീസ് വാലി ഹോസ്പിറ്റൽ. This is Pranav. He is also a rehabilitation psychologist in Solace and Mirror Mind Counseling. And myself, I am Faiza. I am the consultant psychologist in Wellmount. എനിക്ക് നിങ്ങളോട് ബേസിക്കലി ചോദിക്കാനുള്ളത്, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്റ്റിഗ്മാസ് ആണ്, അല്ലെങ്കിൽ പീപ്പിൾ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മെൻ്റൽ ഹെൽത്ത്. ഒരു റാൻഡം ആയിട്ടുള്ളൊരു കാര്യമാണോ, അല്ലെങ്കിൽ ഹൗ ക്യാൻ യു ഡിഫൈൻ മെൻ്റൽ ഹെൽത്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും. ഫിസിക്കൽ ഹെൽത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓക്കെ, ഇപ്പം ഫിസിക്കൽ ഹെൽത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഇൽനെസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മെൻ്റൽ ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് നമുക്ക് മനസ്സമാധാനം ഉണ്ടാവണം. നമ്മൾ കാരണം മറ്റുള്ള ആൾക്കാർക്കും മനസ്സമാധാനം ഉണ്ടാവണം. ഇതാണ് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇപ്പം നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം ബേസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, സോ സ്ട്രെസ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ പലർക്കും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ട്രെസ് ഇല്ലാത്തൊരു ജീവിതം എന്നാണ് പലരും ചിന്തിക്കുന്നത്. സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ മരിക്കുന്നവരെ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ ഡീല് ചെയ്യുന്നു അല്ലേ? അതെ. അതാണ് വലിയൊരു കാര്യം തോന്നുന്നു. ഡോക്ടറിന് എന്താ പറയാനുള്ളത്? നമുക്കൊരു ഡെഫിനേഷൻ വെച്ച് തുടങ്ങാം അല്ലേ? ഓ യാ. അതെ. ഈ ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ ആസ് WHO ഡിഫൈൻസ് കംപ്ലീറ്റ് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് മെൻ്റൽ വെൽബീയിങ് ആണ്. ഈ ഡെഫിനേഷൻ കാരണം കൊണ്ട് തന്നെ പലപ്പോഴും സാധാരണക്കാർ ഈ മെൻ്റൽ ഹെൽത്ത് വേറെ, ഫിസിക്കൽ ഹെൽത്ത് വേറെ എന്ന് ചിന്തിക്കാൻ കാരണമാവാറുണ്ട്. ഞാനത് മോശം ഡെഫിനേഷനാണെന്ന് പറയല്ല, പക്ഷേ ഇറ്റ്സ് വൺ അംബ്രല്ല. അതായത് ഫിസിക്കൽ ഹെൽത്ത് ഇല്ലാണ്ട് മെൻ്റൽ ഹെൽത്തും ഇല്ല, മെൻ്റൽ ഹെൽത്ത് ഇല്ലാണ്ട് ഫിസിക്കൽ ഹെൽത്തും ഇല്ല. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ക്ലിയർ ആവും. കഴിഞ്ഞ ദിവസം OPയിൽ വന്ന ഒരു പേഷ്യൻ്റ്, പുള്ളിക്കാരി ഒരു 5 വയസ്സ് തൊട്ട് സീഷർ ഡിസോർഡർ ഫിറ്റ്സ് വരുന്ന ഒരു ഫീമെയിലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സീഷറിന് മെഡിസിൻ കഴിക്കുന്നില്ല. എന്നിട്ട് ആളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആളുടെ ദേഷ്യവും ആളുടെ ഡിപ്രഷനും അല്ലാണ്ട് സൈക്കാട്രി മെഡിസിൻസ് വെച്ച് മാത്രം മാറ്റാം എന്നുള്ളതാണ്. എല്ലാ മാസവും 3-4 എപ്പിസോഡ് സീഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ ഓൺലി ഓപ്ഷൻ ടു ഇംപ്രൂവ് ഹെർ മെൻ്റൽ ഹെൽത്ത് ഈസ് ടു ട്രീറ്റ് ദ സീഷർ ആൻഡ് ഇഫ് റിക്വയർഡ് സൈക്കാട്രി മെഡിസിൻസ്, എന്തെങ്കിലും ആൻറ്റി ഡിപ്രസൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ആഫ്റ്റർ ദാറ്റ്. പക്ഷെ റെഗുലർലി സീഷർ വരുന്ന ഒരാൾക്ക് എന്ത് മെൻ്റൽ ഹെൽത്ത്? അപ്പം അത് അങ്ങനൊരു ഗ്രോസ് ഡിഫറൻസ് അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ OPയിൽ ഒരുപാട് സൊമാറ്റിക് സിംറ്റംസ് ആയിട്ട് പേഷ്യൻസ് വരാറുണ്ട്. എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിൽ ഭയങ്കര സിവിയർ പെയിൻ, അതിൻ്റെ DDs എല്ലാം റൂൾ ഔട്ട് ചെയ്ത് വരുമ്പോൾ അതിൽ സ്ട്രെസ്സും ഡിപ്രഷനുമാണ് പലപ്പോഴും റീസൺ വരുന്നത്, ആങ്സൈറ്റി. അപ്പം അവിടെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും തമ്മിൽ? ഇറ്റ്സ് വൺ അംബ്രല്ല, ബോത്ത് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇതിലിപ്പം ഇവർ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ പല കേസുകളും നോക്കുന്ന സമയത്ത് ഈ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ, പല ഫിസിക്കൽ സിംറ്റംസും റിലേറ്റഡ് ടു മൈൻഡ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയായിരിക്കും പല ഫിസിക്കൽ സിംറ്റംസിന്. ഇപ്പോൾ സൈക്കോഡെർമറ്റോളജി എന്ന് പറയുന്ന ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ റോൾ ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഇച്ചിങ്, അലർജി കണ്ടീഷൻസ് ഇതെല്ലാം കൈൻഡ് ഓഫ് സ്ട്രെസ് മൂലം, ഇപ്പോൾ സോറിയാസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ എപ്സിമ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ആയിരിക്കാം, ഇതെല്ലാം ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. സോ മൈൻഡ് ആൻഡ് ബോഡി കണക്റ്റഡ് ആണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു അംബ്രല്ലയുടെ കീഴിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ യോഗയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ മനഃപ്രശോഭനോപായ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും അതൊരു ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് കണക്റ്റഡ് ടു മൈൻഡ്. നമ്മുടെ മനസ്സിനെ ക്യൂർ ചെയ്യുക, ബോഡി മൈൻഡ് അവെയർ ചെയ്യുക. ഈ സ്റ്റിൽ ഈ പ്രസൻറ്റ് ഹിയർ ആൻഡ് നൗ നമുക്കിപ്പോൾ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അത് റോബിൻ സാർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കറക്റ്റായിട്ടുള്ള ടൈമിൽ ആ ഒരു എന്താ പറയുക, ഒരു ഡിസിപ്ലിനായിട്ട് തന്നെ ജീവിക്കാൻ കഴിയുക, എന്തും എൻജോയ് ചെയ്യാൻ പറ്റുക, ഒരു വളരെ ഒരു ഡിസ്ഫങ്ഷണലായിട്ട് ജീവിക്കാതെ വളരെ അതിനോട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഓരോ മൊമെൻറ്റിനും റിലേറ്റ് ചെയ്ത് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് മെൻ്റൽ ഹെൽത്ത് എന്നെനിക്ക് തോന്നുന്നത്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷമല്ലേ ഭയങ്കരമായിട്ട് മെൻ്റൽ ഹെൽത്ത് എമേർജ്ഡ് ആയത്. അപ്പോൾ അത് ബേസിക്കലി എല്ലാവരുടെയും ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഷിഫ്റ്റായി. ഇപ്പോഴും ആൾക്കാർ സ്ട്രഗിൾ ചെയ്യാണ്
ആ ഒരു ബാക്ക് ടു ആ ഒരു കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും നമുക്കൊരു ചെറിയൊരു സജഷൻ? ഏറ്റവും കൂടുതൽ ആദ്യം പിള്ളേർ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു എലമെന്റ് എന്തായിരിക്കും? ഇല്ല പൊതുവേ മെന്റലി ഇപ്പൊ ഡൗൺ ആണ് എന്ന് ഉം. പറയാൻ പലർക്കും പേടിയാ. അതെ. കാരണം മെന്റലി ഡൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ഉം. ആൾക്കെന്തോ വട്ടുണ്ട്, പ്രാന്തുണ്ട് എന്നുള്ള രീതിയിൽ ഉം. അത് മാറ്റി പറയാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട്. ഉം. മനസ്സിലായില്ല? അത് കാരണം അത് ഭയന്ന് പലരും എന്ത് ചെയ്യുന്നില്ല, എനിക്ക് മെന്റലി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഐ നീഡ് എ ഹെൽപ്പ് എന്ന് പറയാനായിട്ട് പലരും വോളണ്ടിയർലി വരുന്നില്ല. ആക്ച്വലി അത് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, കാരണം ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഈക്വലി മെൻ്റൽ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് എന്തുമാത്രം സ്ട്രോങ് ആവുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു അവയർനെസ് പലർക്കും കിട്ടണം, അല്ലേ? ഇപ്പം കുട്ടികൾ, ഉം. ഇപ്പം മാതാപിതാക്കൾ പറയുന്നത് എന്താണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യരുത്, ഉം. അതിൽ ഫുൾ നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. കുട്ടികളും സ്കൂളിലുള്ളവരും പറഞ്ഞു മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ ഇല്ലാതെ അല്ലെങ്കിൽ ഈ ഫോണില്ലാതെ ഇനിയൊരു ലോകമില്ല ഇല്ല. പുതിയ അതെ. ജനറേഷനിൽ. അതെ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ നടക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇത് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളണം, ഇത് കണ്ടു പഠിക്കണം എന്ന് ഒരു പാരന്റിനോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചറിനോ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റണം. ഇത് പലരും ചെയ്യുന്നുണ്ടോ? ഇല്ല. എൻ്റെ അറിവിൽ ഒരു തീർച്ചയായും. സ്കൂളിലും സോഷ്യൽ മീഡിയയിൽ ഇന്ന കാര്യം കണ്ട് നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഇത് 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 മാത്രം നിങ്ങൾ ഉൾക്കൊള്ളാവൂ എന്ന് ഒരു സ്ഥലത്തും പറയുന്നില്ല. അച്ഛനമ്മമാർ പറയും അതെടുക്കരുത്, അതിൽ മൊത്തം ഇതാണ്. സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്, മോശ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് വരാൻ പോകുന്ന സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേര് നമ്മൾ പറയുന്ന ആണ്. കാര്യത്തിന് ഹെൽപ്പ് വേണം, അതെ. അവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതെ. സോ അതെ. ഇതേപോലെ പാരൻസും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇന്ന കാര്യങ്ങൾ ചൂസ് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ കണ്ടു പഠിക്കുക. സോ ഇതൊന്നും നമ്മളെ സിലബസിലോ അല്ലെങ്കിൽ തീർച്ചയായും. പാരന്റിങ്ങിലോ ഇല്ല. ഇല്ല, ഇല്ല. അല്ലേ? സത്യമല്ലേ? തീർച്ചയായും ഇതിൽ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് പുതിയതായിട്ട് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്സിലേക്കുള്ള ഒരു അട്രാക്ഷൻ ആളുകൾക്ക്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇങ്ങനെ കണ്ട് പോവാണ്, സ്ക്രോളിങ്. നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിപ്പിക്കും നമുക്ക് അറിയുന്നില്ല. അതെ. ആക്ച്വലി അതിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം പോലും നമ്മുടെ മെമ്മറിയിലേക്ക് ഫീഡ് ആവുന്നതും ഇല്ല. Exactly. ടൈം ഇല്ല. കില്ലിംഗ് പോലെയാണ്. ടൈം കില്ലിംഗ് പോലെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇപ്പോൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്, ഹൗ ടു ലിവ് പീസ്ഫുള്ളി. പീസ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? നമ്മൾക്ക് എന്തൊരു കാര്യം എൻജോയ് ചെയ്യാൻ. പക്ഷേ കുട്ടികളിലേക്ക് ഇത് ഗൈഡ് ചെയ്യുന്നില്ല. എക്സാക്ട്ലി. അത് മാത്രമല്ല, മെയിനായിട്ടുള്ളൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ പല ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും അവരുടെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങളും കുറേയൊക്കെ ആക്ട് ചെയ്ത് മാത്രമാണ് അതെ, സോഷ്യൽ അതെ. മീഡിയ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു ശരാശരി അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ മെൻ്റലി കുറച്ച് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ വിചാരിക്കും ഇതാണ് ജീവിതം, അയാൾ ജീവിക്കാൻ ജീവൻ, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ അയാളുടെ ലൈഫിൽ നടക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളോ അല്ലെങ്കിൽ അയാളുടെ ലൈഫിലുള്ള ദുഃഖങ്ങളോ അയാൾ ചിലപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കത്തില്ല. ഇതും പലരും മനസ്സിലാക്കുന്നില്ല. ഫാമിലി ലൈഫിൽ എസ്പെഷ്യലി ഇപ്പോൾ Exactly. കപ്പിൾ ലൈഫിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പലരും ഫോട്ടോസ് ഇടും, റീൽസ് ചെയ്യും. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാട് കേസുകളുണ്ട്. കാരണം നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ കൗൺസിലിംഗിൽ വരുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല, അല്ല എൻ്റെ വൈഫ് അങ്ങനെയല്ല, ആ ഒരു രീതിയിൽ കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഹൈ ഭയങ്കര. അത് ആണ്. മാത്രല്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആൽഗോരിതം തന്നെ അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ് നമ്മുടെ നമുക്ക് ഒരു ഫീഡിൽ ഒരു സെർച്ച് വരുന്നത്. വേർഡ് മതിയല്ലോ, മതി. പിന്നെ എല്ലാം സെർച്ച് വേർഡ് മാത്രമല്ല, ആക്ച്വലി നമ്മുടെ മൈക്രോഫോൺ, നമ്മുടെ ക്യാമറ അടക്കം, നമ്മുടെ ഐബോൾ മൂവ്മെന്റ്സ് കംപ്ലീറ്റ്ലി മോണിറ്റേർഡ്. മോണിറ്റേർഡ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, ഞാനൊരു കുഞ്ഞ് സ്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, എനിക്ക് ആ സ്കേറ്റിംഗ് ഷൂ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് അട്രാക്ഷൻ തോന്നി. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ആ സ്കേറ്റിംഗ് ഷൂയിലേക്ക് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തു, ഒരു 2 സെക്കൻഡ്. നെക്സ്റ്റ് മൊമെന്റ് ആമസോൺ അഡ്വർടൈസ്മെന്റ്സ് വന്നിരിക്കുകയാണ്, സ്കേറ്റിംഗ് ഷൂ, അല്ലെങ്കിൽ ഡെക്കാത്തലോണിന്റെ അഡ്വർടൈസ്മെന്റ്സ് വന്നിരിക്കുകയാണ്. അത്രത്തോളം നമ്മുടെ പ്രൈവസിയിൽ Intruder ആണ്. നേരത്തെ പറഞ്ഞതിലേക്ക് നമ്മൾ എത്രത്തോളം പേര് നമ്മളുടെ ഡിവോഴ്സുകൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും ഡിവോഴ്സ് അല്ലല്ലോ സമൂഹത്തിലുള്ളത്. അതെ. അപ്പോൾ അവിടെ റിയൽ ലൈഫും അല്ലാതെ സോഷ്യൽ മീഡിയയിലത്തെ റിയൽ ലൈഫും തമ്മിലുള്ള ഒരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലോ അത്. ഇപ്പം ജനറേഷൻ ബീറ്റ് ചെയ്തു, ഇപ്പോൾ ആൽഫ കഴിഞ്ഞു, ബീറ്റ ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ജനറേഷനിലേക്ക് വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞൊരു വീഡിയോ ഗെയിം ഉണ്ടായിരുന്ന VCR, DVD പ്ലെയർ, ഇതൊക്കെ വന്നപ്പോൾ പോലും നമുക്ക് കിട്ടിയിട്ടുമില്ല. നമ്മളത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് യൂസ് ചെയ്തു വന്നു. നമ്മളുടെ ഒരു സെൽഫ് അവയർനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ കിട്ടിയിട്ടുള്ള പാരന്റൽ ഗൈഡൻസ് ആയിരിക്കും, ഒരു വാല്യൂ ഉണ്ടായിരുന്നു. ആ വാല്യൂ സിസ്റ്റം ഒക്കെ കുറേ തകർന്നു പോകണം. മേ ബി റിലീജിയസ് ആയിട്ടുള്ള വാല്യൂസും പല കാര്യങ്ങളും, ഇതൊന്നും റിലീജിയസ് എന്നോ അല്ലെങ്കിൽ ദൈവ ഗോഡ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഒരു സിസ്റ്റം, ഒരു കണ്ടീഷൻ, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ ഇതിൽ കണ്ടീഷൻ ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. ആ കണ്ടീഷനിങ് ഇല്ലെങ്കിൽ അവിടെ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള
ബിഹേവിയേഴ്സ്, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം. ഒരു ഈ അൺഎംപത്തറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ അഗ്രസീവ് ഔട്ട് ബേസ്റ്റ് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭയങ്കര കൂടുതലാണ്. അൺഎംപത്തറ്റിക്കൽ ആവുകയാണ്. ഭയങ്കര ഒട്ടും എംപത്തറ്റിക് അല്ല. ഇപ്പൊ ഉം. നമുക്കൊക്കെ പണ്ട് ഒരാള് നമ്മുടെ മുന്നിലിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാണ്, അയ്യോ അയാൾ എത്രയും പെട്ടെന്നൊന്ന് പോണം, ഒന്ന് ആശ്വസിപ്പിക്കണം, ഒന്ന് ഓക്കെ ആക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയ പോലും ഇല്ല. ബിക്കോസ് ഇപ്പൊ എന്റെ ക്ലിനിക്കിലാണെങ്കിലും പേരന്റിംഗ് എന്നും പറഞ്ഞാണ് കുറേ പേര് വരുന്നത്. ഇപ്പോൾ നമ്മൾ പറയും സോഷ്യൽ മീഡിയ യൂസേജ് കുറയ്ക്കുക, കാരണം ലോകമായിട്ട് പിള്ളേർക്ക് ഒരു കണക്ഷൻ ഇല്ല. നമ്മൾ പണ്ട് പുറത്ത് പോയി കളിച്ച് ആ ഒരു സോഷ്യൽ കണക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിള്ളേർക്കില്ല. അപ്പോൾ പേരൻസ് ആണെങ്കിലും ചിന്തിക്കുന്നത് എക്സ്ട്രീമിലോട്ടാണ്. സോഷ്യൽ മീഡിയ കുറയ്ക്കുന്നു പറയുമ്പോൾ സോഷ്യൽ മീഡിയ വിഡ്രോവലിലോട്ടാണ് പാരൻസ് കുട്ടികളിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ സോഷ്യൽ മീഡിയനെ ഒരു പ്ലെയിൻ ഒരു അഡിക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ചെറിയ അതെ. ഡിഫറൻസുകളാണ്. അതെ. പൊതുവെ നമ്മൾ അഡിക്ഷൻസിൽ കംപ്ലീറ്റ് ആബ്സ്റ്റിനൻസിന് വേണ്ടി നമ്മൾ പുഷ് ചെയ്യും. ഇപ്പോൾ ഒരു ആൽക്കഹോൾ അഡിക്ഷൻ ഉള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ കുടിക്കുന്ന മറ്റുള്ളവരുടെ ഒപ്പം പോയിരുന്നിട്ട് നിങ്ങൾ കുടിച്ചില്ല എന്ന് പറഞ്ഞാലും വിതിൻ എ സ്പാൻ യു മേ റീസ്റ്റാർട്ട് ഇറ്റ് എന്നുള്ളത് നമ്മൾ പറയും. അതെ. പക്ഷെ അതേ കൺസെപ്റ്റ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പറയാൻ പറ്റില്ല. പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം ദ അതെ. ഹോൾ ലൈഫ് ഇസ് ഇൻ ഇറ്റ്. ഡിപ്പെൻഡിങ് ഓൺ സോഷ്യൽ മീഡിയ. ക്ലാസ്സുകൾ കാര്യങ്ങളാണെങ്കിലും എല്ലാം. അതുപോലെ തന്നെ ഈ കോവിഡിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, പണ്ടുള്ള ഒന്നെങ്കിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, there was stringent competition between them. സോ അത് തന്നെ ഒരു ബിഹേവിയർ തെറാപ്പി ആയിരുന്നു. അതെ, അതെ, അതെ. അവരെ Exactly. അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അതെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നു, അവിടെ ദർ വാസ് ലോട്ട് ഓഫ് സ്ക്രൂട്ടിനി. അപ്പോൾ ചെറുപ്പം തൊട്ടേ അവർ സ്വയം റെക്കഗ്നൈസ് ചെയ്യാൻ പഠിച്ചിരുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവർ തന്നെ സെൽഫായിട്ട് അവർ തന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എല്ലാം ഒടുക്കം ചെന്നെത്തുന്നത് പെട്ടെന്ന് പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു മൊമെന്റിലേക്കാണ് എല്ലാം സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിൽ ഫാമിലി വാല്യൂസ് കൊടുക്കുന്ന ആംബീഷ്യസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഭയങ്കര നമ്മളെക്കാട്ടി നോളേജ് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിയും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ. പക്ഷേ ഈ മെജോറിറ്റി കുട്ടികളല്ല, ഒരു 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 പെർട്ടിക്കുലർ വിഭാഗം കുട്ടികൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് മറ്റുള്ളവരെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ 90s കിട്ട് നമ്മളിലും ഉള്ള ആൾക്കാരിലും ഈ പ്രശ്നമുണ്ട്, നമുക്ക് മുന്നേ ഉള്ള ആൾക്കാരിലും ഉണ്ട്. സോ എനിക്ക് തോന്നുന്നു ഒരു ജനറേഷൻ വൈസ് ഇതിനെ നമുക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ വേൾഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറേഷനിലാണ് അവസാനം ഫോൺ ഒക്കെ ലേറ്റ് ആയിട്ട് നമ്മൾ വി ആർ ലക്കി. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ കംപ്ലീറ്റ്ലി നമ്മൾ കാണുന്നത് ഇനി അതില്ലാതെ ഫോണില്ലാതെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു ലൈഫ് എനിക്ക് തോന്നുന്നില്ല അവർക്കത് പോസിബിൾ ആവണമെന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നത് പാരന്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുട്ടികൾ വളർന്നു വരുന്ന ടൈമിൽ തന്നെ പാരൻസ് ഷുഡ് റെക്കഗ്നൈസ് ദെയർ ജെൻഡർ. സത്യമല്ലേ? എത്ര പാരന്റ് അത് ചെയ്യുന്നുണ്ട്? കാരണം ഇത് വളർന്നു വരുന്ന സമയത്ത് ആ ഒരു കുട്ടിയിൽ ഒരു പോയിന്റ് എത്തുമ്പം ലൈക്ക് ഹീസ് കൺഫ്യൂസ്ഡ്, അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് കൺഫ്യൂസ്ഡ്. ലൈക്ക് സത്യമല്ലേ? ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവാറുണ്ട്. എക്സാക്ട്ലി. അതെന്നിട്ട് പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് ഒരു അച്ഛനും അമ്മയും എന്താണ് കാര്യം എന്നുള്ളത് ഒരു മകൻ്റെ അടുത്തോ മകളുടെ അടുത്തോ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരൊരു പാരന്റ് ആയിട്ട് ഇപ്പോഴും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ജെൻഡറും സെക്സും രണ്ടാണെന്നുള്ളൊരു കാര്യം. എക്സാക്ട്ലി. ജെൻഡർ എന്താണെന്നുള്ളൊരു കാര്യം ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. ഇവർ പറയുന്ന പോലെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അവരുടെ ഒരു സെക്ഷൽ ഐഡന്റിറ്റി എന്താണെന്നുള്ളൊരു കാര്യം ഒരിക്കലും ഒരു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് നമ്മൾക്കൊക്കെ ഇപ്പോഴും നമ്മൾ അറിയുന്നതൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് ഓക്കെ. അതെ അതെ. അങ്ങനെ അപ്പം ഈ പേരന്റിങ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം നമ്മുടെ നാഷണൽ എല്ലാ സ്കീമുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം. ചൈൽഡ് മെൻ്റൽ ഹെൽത്ത്, ചൈൽഡ് കെയർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എവിടെയെങ്കിലും പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമുകൾ, ഒരു പ്രീമെരിറ്റൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ ഭാഗത്ത് നിന്നോ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു പ്രീ ക്ലാസ്സുകളോ എഡ്യൂക്കേഷനോ നമ്മൾ കൊടുക്കാൻ ഇതുവരെയായിട്ട് തയ്യാറായിട്ടില്ല. ആക്ച്വലി മാൻഡേറ്ററി ആയിട്ട് വേണം. മാൻഡേറ്ററി ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണത്. കാരണം ഇത്രയും ബിസി ലൈഫിൽ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഇൻലോസ് ഉണ്ട്, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു അറ്റോമിക് ഫാമിലിയിലൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളെ കൂട്ടത്തിൽ അങ്ങ് വളർന്നു പോകും, അവർക്ക് ഒരു അറ്റൻഷൻ ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ വരെ വി ആർ ഹാവിങ് എ ഇമ്മൻസ് റെസ്പെക്ട് ടു ദ ടീച്ചർ. നമുക്കൊരു ഗുരു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ശരിക്കും ഒരു മാതാവിൻ്റെ അതേ സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ പോലും പിള്ളേർക്ക് അവർക്ക് ആ ഒരു ടീച്ചർ എലമെന്റിന്റെ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഇസ് എ ടീച്ചർ എന്നുള്ളത് വരെ ചിലപ്പോഴൊക്കെ ഒരു എന്താ പറയാ, നോ പറയേണ്ട അടുത്ത് നോ പറയാൻ പറ്റാതെ വളരെ അതാ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ജനറലൈസ് മനസ്സിലായില്ല. കാരണം എനിക്ക് തോന്നുന്നു താങ്കൾക്ക് കിട്ടുന്ന എനിക്ക് കൂടുതലും കിട്ടിയിരിക്കുന്ന കേസസ് അത് അങ്ങനെയാണ്. വെച്ച് ഒരിക്കലും നമുക്ക് കുറച്ച് ബയസ്ഡ് ആണ്. അതെ. അതെ അതെ അതെ.
ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒബീഡിയൻസ് എന്ന് പറയുന്ന സംഭവമല്ല. അതെ. റെസ്പെക്റ്റ് ഇസ് ഡിഫറെന്റ്. അതെ. ഓക്കെ, ഇതിപ്പോൾ ഓരോ വ്യക്തികൾക്ക് നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിക്ക് ഒരു കൺസേൺ കൊടുക്കുന്നത്, ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് റെസ്പെക്റ്റ്. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലത്തെ കുറേ ചിന്താഗതികൾ കാരണം ഭയഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ഒരാളുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുക എന്ന് പറയുന്ന ഒരു ഫീലിംഗ് എവിടേക്കോ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Exactly. സോ അതിന്റെ ആവശ്യമില്ല. ഇപ്പോൾ സാറിന് വിളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ദാറ്റ്സ് എ മാനേഴ്സ്. അതല്ലാണ്ട് സാറിന് വിളിക്കുന്നതിൽ നമ്മൾ എവിടെ ചെറുതായി പോയി എന്നുള്ളതല്ല. ഉം. ഒരു തൊഴുതിട്ട് നമസ്കാരം പറയാം എന്ന് പറയുന്നതിൽ എന്തൊക്കെയോ ഒരു അപമര്യാദകളുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. ഓക്കെ, അതിന്റെ ഒരു എക്സ്ട്രീം ഫോം പണ്ട് കുറച്ചുണ്ടായിരുന്നു യെസ്, എന്നുള്ളതും ഉണ്ട്, നമ്മൾ തീർച്ചയായും ഉറപ്പായിട്ടുണ്ട്. കാരണം മുതലാളിത്തവും ഈ നമ്മുടെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ട് ഉണ്ട് സമയത്ത് ഉണ്ട് അത് അനുഭവിച്ചതിന്റെ ഫ്രസ്ട്രേഷൻസ് ആണ് ഇങ്ങനെ ഒരു ഉണ്ട് ഇതിലേക്ക് ഉണ്ട് മാറി അതുണ്ട്. വരുന്നത്. ഒരു പക്ഷെ അതിന്റെ ഒരു നേരെ ഓപ്പോസിറ്റിലേക്ക് ഓപ്പോസിറ്റ്. കുറച്ച് ഓക്കെ, See, ഇപ്പം സ്കൂളുകളിലാണെങ്കിൽ കൂടി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. എക്സാമിന് പാസ്സാവണം, അതെ, സ്കൂളിനാണെങ്കിൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവണം, എക്സാക്ട്ലി. കുട്ടികൾ പാരൻസിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം. ഇതൊക്കെ തന്നെ. അപ്പോൾ കുട്ടികൾക്ക് മെയിനായിട്ട് എന്ത് കൊടുക്കുകയാണ്? പ്രഷർ കൊടുക്കുകയാണ്. ഒരു മെന്റലി ഡൗൺ. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ്. കാരണം ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. Yes. അതിന് എക്സ്ട്രീം എന്നെ കൊണ്ട് പറ്റത്തില്ല. അതെ. എന്നെ കൊണ്ട് ഫസ്റ്റ് മേടിക്കാൻ പറ്റത്തില്ല. ബട്ട് എൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ എക്സൽ ചെയ്യുന്ന ഏരിയ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികളിൽ എന്താണ് ആവശ്യം, അല്ലെങ്കിൽ അവരുടെ നീഡ് എന്താണ്? ഇപ്പം നമ്മൾ കുട്ടികളിൽ പലരും ചിലപ്പം എന്താ പറയുക, ഭയങ്കര എക്സൽ ചെയ്ത് അത്ലറ്റിക്കോ അല്ലെങ്കിൽ അക്കാഡമിക്സിലോ എല്ലാത്തിലും എക്സൽ ചെയ്യുന്ന ആൾക്കാരാകത്തില്ല. നല്ല മ്യൂസീഷ്യൻസ് കാണും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീൽഡിൽ. ഇതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പാരൻസിനെ കൊണ്ട് പലപ്പോഴും പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അവർ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി പലർക്കും പറ്റുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് കുട്ടികളിലും എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ കണക്ക് കുറേ ഇഷ്യൂസ് പാരൻസിനെ പലരും വരുന്നു. ഇപ്പം തന്നെ നമ്മൾ കാണുന്നില്ല. കുറേ ന്യൂസിൽ പാരൻസിനെ എന്ത് ചെയ്യുന്നു, ആക്രമിക്കുന്നു. അല്ലെങ്കിൽ അതിൽ മെജോറിറ്റി റീസൺ എന്ന് പറയുന്നതും ഈ പറഞ്ഞ കണക്ക് ഡ്രഗ് തന്നെയാണ്. തീർച്ചയായും. ഡ്രഗ് മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ബാധിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ നിഖിലിനോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ലൈക്ക് എങ്ങനെയാണ് നമുക്ക് ഒരാൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക ദാറ്റ് ദിസ് പേഴ്സൺ ഇസ് മെന്റലി ഇല്ലെന്നുള്ളത്? എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുക? ബേസിക്കലി നമുക്ക് ഡയഗ്നോസ്റ്റിക് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം കോമൺവെൽത്ത് കൺട്രീസിൽ സാധാരണ നമ്മൾ ICD യൂസ് ചെയ്യാന്ന് പറയും. ഒരു ബുക്കാണ്. അതിൽ ഇന്ന ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് മീറ്റ് ചെയ്താൽ ഇന്ന അസുഖത്തിന്റെ ആ ബോക്സിലോട്ട് നമ്മൾ പറയും. അല്ലെങ്കിൽ DSM എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഗൈഡ് ലൈൻ ഉണ്ട്. അത് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം യു ലുക്ക് ഫോർ ദ ചീഫ് കംപ്ലൈൻറ്റ്സ് ആൻഡ് യു ഗോ ഡീപ്പ് ഇൻ ടു ദ ഹിസ്റ്ററി. കുറച്ചും കൂടി ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ ഒരാൾക്കൊരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് പേഴ്സണലി നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇപ്പം എന്നെ കൊണ്ട് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉം. ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഉം. അല്ലെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, എന്തുമാത്രം ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കുറച്ചാണോ കഴിക്കുന്നത്, കൂടുതലാണോ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പ്രോപ്പറായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെ ബേസിക് ആയിട്ട് എനിക്കൊന്ന് 5 അങ്ങനത്തെ എന്തോ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ച് നമുക്ക് തന്നെ സെൽഫ് അനലൈസ് ചെയ്യാൻ പറ്റും. വി ആർ നോട്ട് ഓക്കെ, വി നീഡ് ഹെൽപ്പ്. അപ്പം ഇത് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ ഒരു എക്സ്റ്റെൻഡ് എത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് ഹെൽപ്പ് വേണോ വേണ്ടേ എന്നുള്ളത് ചിന്തിക്കുന്നത്. കാരണം ആ സമയത്ത് നമ്മളെ സ്ട്രെസ്, നമ്മളെ ഫ്രസ്ട്രേഷനൊക്കെ എക്സ്ട്രീം എത്തും. ആ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ് വന്നിട്ട് അഗ്രഷൻ ആവും. അഗ്രഷൻ വന്നിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ വന്ന് ഔട്ട് ബേസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അത് വെച്ചിട്ട് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യും. അപ്പോൾ വീണ്ടും ഈ പേഴ്സൺ എന്ത് ചെയ്യും, വീണ്ടും മെന്റലി ഡൗൺ ആവും. നടക്കുന്ന കാര്യമല്ലേ? ഒരു കുറച്ച് ഡൊമൈൻസ് പറയുകയാണെങ്കിൽ ബയോളജിക്കൽ ഫങ്ഷൻസ്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, അതാണ് ഡോക്ടർ റോബിൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമോഷണൽ ഡൊമൈൻ, അതുപോലെ തന്നെ തിങ്കിങ്ങിലുള്ള, ബിഹേവിയറിലുള്ള റൊട്ടീൻസ്, കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരു ക്യൂസ് പിക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാം. ഇപ്പം മെൻ്റൽ ഹെൽത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി രാവിലെ എണീച്ച് വൈകുന്നേരം വരെ അവളുടെ ഒരു ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിൽ എത്രത്തോളം ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ ഇതിൽ പല വ്യക്തികൾക്കും തിരിച്ചറിയുന്നത്, ഞാൻ എൻ്റെ കൈവിട്ട് പോയി എന്ന് തിരിച്ചറിയുന്നത് പോലും വളരെ ലൈറ്റായിട്ടാണ്. ഇത് നോർമലൈസ് ചെയ്യുന്നുണ്ട് പലപ്പോഴും. ഇതൊക്കെ ഒരു സാധാരണ ചില സ്ത്രീകളൊക്കെ ഇതൊക്കെ നോർമൽ അല്ലേ, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഫാമിലി ലൈഫിൽ ഒരു ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മേ ബി ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ അടിയിൽ ഒരു വിക്റ്റിമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതൊക്കെ സാധാരണ എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതല്ല, എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ. ഇതിൽ ആക്ച്വലി നമ്മൾ ജനിച്ച് വളർത്തിയ ഒരു രീതിയും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ലേ? രണ്ടും ഉണ്ട്. അതായത് ഈ നമ്മുടെ ബ്രെയിൻ എങ്ങനെ സെറ്റ് ആയിരിക്കുന്നു. ഇപ്പം നേരത്തെ ഒരു ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റിയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തു. അവരിൽ അഡ്വഞ്ചറസ് ബിഹേവിയറും പുതുമ തേടിയുള്ള നോവൽറ്റി സീക്കിംഗ് ഒക്കെ കൂടുതലാണ്. അത്
ബൈ ബർത്ത് അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് സെറ്റ് അതെ. ആയിട്ടുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി എൻവയോൺമെൻറ്റ് എഫക്ട്സ് എ ലോട്ട്. കാരണം ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരേ ജനറ്റിക് പൂളുള്ള 2 ട്വിൻസിനെ 2 ഫേവറബിൾ ആയിട്ടുള്ള 2 തരം സിറ്റുവേഷൻസിൽ വളർത്തുന്നു. ഒരാൾ ഒരു പെർട്ടിക്കുലർ രീതിയിൽ, മറ്റാൾ വേറെ രീതിയിൽ. ഒരുപാട് എവിഡൻസ് അതിനുണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ, മൾട്ടി ഫാക്ടോറിയൽ ആണ്. ഇപ്പോൾ നമ്മൾ ഈ പാത്തോളജിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഫാമിലി ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സെക്കൻഡ് ജനറേഷനിലോ തേർഡ് ജനറേഷനിലോ സെക്കൻഡ് ഡിഗ്രിയിലോ തേർഡ് ഡിഗ്രിയിലോ ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വ്യക്തിക്കാണെങ്കിൽ പാത്തോളജി ഉണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DNA ത്രൂ അതിന് മുമ്പുള്ള ഒരു ജനറേഷനിലത്തെ ഏതെങ്കിലും ഒരു DNA ത്രൂ ആയിരിക്കാം ഇത് വന്നിട്ടുണ്ടാകുക. നമ്മുടെ Yes. ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതെ. നമ്മുടെ പേരൻസിന്റെ പേരൻസ് തൊട്ട് Yes. തന്നെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് നമുക്ക് Chances ഉണ്ട്. മെന്റൽ ഹെൽത്ത് എഫക്റ്റ് ചെയ്യാനല്ലേ. അതെ. അപ്പോൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് Yes. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ വെൽബീങ്ങിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെ. ഇറ്റ് മീൻസ് യു നീഡ് ടു സീ എ തെറപ്പിസ്റ്റ് ഓർ എ തീർച്ചയായും. സൈക്കോളജിസ്റ്റ്. അതെ. ഈ മെന്റൽ ഹെൽത്ത് വെൽനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എമേർജിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി മെന്റൽ ഹെൽത്ത് വെൽനെസ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത് ഇൻ റിലേഷൻഷിപ്സ് ഓഫ് ഹ്യൂമൻസ്? ഇപ്പോൾ ഞാൻ ബേസിക്കലി മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം സിമ്പിളായിട്ട് പറഞ്ഞു, എനിക്ക് പേഴ്സണലി മനസ്സമാധാനം കിട്ടുന്നുണ്ടോ, ഞാൻ കാരണം മറ്റുള്ളവർക്ക് മനസ്സമാധാനം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഇപ്പോൾ എൻ്റെ അച്ഛനമ്മ, എൻ്റെ വൈഫ്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അവരുമായിട്ട് ഞാൻ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരുമായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്, അവരുമായിട്ട് പീസ്ഫുള്ളി ആണോ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഹാപ്പി ആണോ നമ്മളെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വൈഫായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വാക്കുതർക്കം വന്ന് അത് സോൾവ് ചെയ്യാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ കുളമായി. മനസ്സിലായില്ലേ? ഞാൻ മെൻ്റലി ഡൗൺ ആയിരിക്കും. ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിലും ഞാൻ ചെയ്യുന്ന എന്ത് കാര്യത്തിലും ഇതെല്ലാം അഫക്റ്റ് ചെയ്യും, അല്ലേ? അതേപോലെ ഇപ്പോൾ അച്ഛനും അമ്മയായിട്ടും എന്തെങ്കിലും കാര്യം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും, ഇതെല്ലാം നമ്മൾ സംസാരിച്ച് ഇപ്പോൾ പലരും എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പലരും ശ്രമിക്കുന്നില്ല. എല്ലാവരും അത് എന്ത് ചെയ്യാണ്, ഈഗോ ആയിട്ട് ഞാനത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നീ അത് ചെയ്യേണ്ട. ഇത് സത്യം പറയാൻ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പ്യുവർലി അഫക്റ്റ് ചെയ്യാണ്. മനസ്സിലായില്ലേ? സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് സോൾവ് ചെയ്ത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ എന്താ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പിയാണ്, മനസ്സമാധാനം കിട്ടി. ഇത് എൻ്റെ ബേസിക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തത്. ഇപ്പോൾ ഡോക്ടറിന് എന്താ തോന്നുന്നത്? ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ലൈഫ് പലപ്പോഴും നമുക്ക് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ ഉം. പറ്റാതെ പോകുന്നു പലർക്കും. ഉം. അതായത് വീട്ടിലത്തെ സ്ട്രെസ്സ് വീട്ടിൽ നിൽക്കണം, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അത് ഫങ്ഷനിങ്ങിനെ ബാധിക്കും. ഉം. ജോലി സ്ഥലത്ത് ചെല്ലുമ്പം അവിടുത്തെ മാറ്റേഴ്സ് 1 by 1 ആയിട്ട് ലിവ് ഇൻ ദ മൊമെന്റ് എന്നുള്ളതാണ് ഇതിലത്തെ ഒരു കീ. ഇല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ആങ്സൈറ്റി. കുറച്ചും കൂടി നമ്മൾ ഈ ഓവർ ബേണിങ്ങിലോട്ട് പോകും. തോട്ട്സ് ഭയങ്കരമായിട്ട് റഷ് ചെയ്യാൻ തുടങ്ങും. സോ കുറച്ചും കൂടി നമ്മൾ ആ മൊമെന്റിൽ നിൽക്കാൻ നമുക്ക് കുറച്ചും കൂടിയും പറ്റണം. ഈ മൈൻഡ്ഫുൾനെസ് തെറാപ്പിയൊക്കെ അതിന് ഒരുപാട് സഹായിക്കും. ഡോക്ടർക്ക് കുറച്ചും കൂടി പറയാൻ പറ്റും അതിനെക്കുറിച്ച്. ശരിക്കും നമ്മൾ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫാമിലി എപ്പോഴും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ. നമുക്ക് പറയാൻ സംസാരിക്കാൻ ഒരാൾ, നമ്മളെ കേട്ടിരിക്കാൻ ഒരാൾ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു സുഹൃത്ത്, ഇതൊക്കെ വളരെ ആവശ്യമുള്ള ഇതാണ്. മനുഷ്യൻ ഒരു സോഷ്യൽ ലിവിങ് ബീയിങ് ആണ് ശരിക്കും പറഞ്ഞ മനുഷ്യൻ. പക്ഷേ നമ്മുടെയൊക്കെ ഈ ബേസിക് നീഡ്സ് എന്ന് പറയുന്നൊരു കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫുഡ്, ഷെൽട്ടർ, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന നമ്മുടെ സെക്ഷൽ നീഡ്സ് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ എപ്പോഴും അവനവൻ്റെ പ്രോബ്ലത്തിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കൊരു എമ്പത്തി എന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇപ്പോൾ ഫ്രണ്ടൽ ലോബ്, നമുക്ക് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് Yeah. പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മളൊരു കണ്ടീഷൻഡായിട്ട് വന്നിട്ടുണ്ട്. അതിൽ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള ആവുലത, അവരെ സഹായിക്കണം, ഒരു കുഞ്ഞ്, അച്ഛൻ, അമ്മ, ബന്ധങ്ങൾ, ആ മൂല്യങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് നമുക്ക്. ഓക്കെ, പക്ഷേ എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവനവനെ സാറ്റിസ്ഫൈ ചെയ്യാൻ തന്നെയാണ്. ഓക്കെ, ഇപ്പം ഞാനൊരു സുഹൃത്തിനെ അവനൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവൻ ആ ഗിഫ്റ്റ് എടുത്ത് അവൻ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി തന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന എക്സൈറ്റ്മെൻറ്റ് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ഗിഫ്റ്റ് അവൻ എവിടെയെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കുകയോ അവനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ആ ഇഗ്നോറൻസ് നമ്മുടെ അന്നത്തെ ദിവസം തന്നെ നഷ്ടപ്പെടുത്തും. അതെ, അതെ. സോ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ പോലും നമ്മൾ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ കുഞ്ഞ് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്, ഇത് വളരെ ഒന്ന് മൈന്യൂട്ടായിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഒരു അമ്മയിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ. അമ്മ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞ് ഫസ്റ്റ് സെൻസ് ചെയ്യുന്നത് ആ ടച്ചും ആ ഫീഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കംഫർട്ടുമാണ്. അതിൽ അമ്മ ആ കുഞ്ഞിനെ എടുക്കുന്ന കംഫർട്ടബിൾ അല്ലെങ്കിൽ കുഞ്ഞിനെ അവിടെ സ്ട്രെസ് ഫീൽ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഡെപ്ത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ മെൻ്റൽ ഹെൽത്ത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് ഒപ്പം തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അവരും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പലപ്പോഴും ഫാമിലി ലൈഫിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സ് പ്രൊഫഷണലി ഉണ്ടായിരിക്കാം, കുട്ടികൾക്കാണെങ്കിൽ അക്കാഡമിക്കലി ഉണ്ടായിരിക്കാം, പേരൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ട്രയാങ്കുലേഷൻസിലെ കുട്ടികൾ നല്ല രീതിയിൽ വിക്ടിമയാകാറുണ്ട്. ഓക്കെ, കാരണം അച്ഛനും അമ്മയും തമ്മിലുണ്ടാകുന്ന വഴക്കുകളിൽ കുട്ടിയായിരിക്കും ഇരയാവുന്നത്. രണ്ടുപേരും ഒന്നിക്കുന്നത് പിന്നെ ഇവനെ പഠിപ്പിക്കാനും നന്നാക്കാനും വേണ്ടിയിട്ടായിരിക്കും. നീ എന്താ പഠിക്കാത്തതെന്നുള്ള രീതിയിൽ കുഞ്ഞ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. ഇതിപ്പോൾ എന്തിനാ എന്നെ അടിക്കണം, എന്തിനാ ചീത്ത പറയുന്നത്? ഇവരുടെ ഓഫീസിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അത് ഫോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യ പറയുമ്പോൾ ഭാര്യയുടെ പ്രശ്നങ്ങളോട് പറയും, ഭർത്താവിന് ഭർത്താവിൻ്റെയും പ്രശ്നമുണ്ട്. ഒരാളുടെ പ്രശ്നം പറഞ്ഞ് തീർത്തിട്ട് അടുത്ത ആളുടെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ടാവുന്നില്ല. ആ ഒരു ആർഗ്യുമെൻറ്റ്സ് പലപ്പോഴും ഈ പറയുന്ന ഡിവോഴ്സിലേക്കൊക്കെ എത്തും. ചില സെഷൻസൊക്കെ നമ്മുടെ മുമ്പിൽ കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരാളുടെ പ്രശ്നം ഒന്ന് കേട്ടിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അടുത്ത ആളെ അറ്റൻഡ് ചെയ്യാൻ ഇയാൾ ഓക്കെ ആയിരിക്കും, ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. അതിനെ കോർഡിനേറ്റ് ചെയ്ത് നിർത്തി നമ്മൾക്കൊരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു എൻവറോൺമെൻറ്റ്, ഒരു ഫാമിലി ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിന് നല്ലൊരു സ്റ്റെബിലിറ്റി, പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കും. പലപ്പോഴും ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കിനെ വില കുറച്ച് കാണുന്ന ഒരു എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അടുത്ത് മാരിറ്റൽ തെറാപ്പി, കപ്പിൾ തെറാപ്പിക്കൊക്കെ വരാറുള്ള ഒരുപാട് പേഷ്യൻസ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂസ് കാണുന്നുണ്ട്. 3 4 മക്കളുള്ള ആൾക്കാർ വളരെ നാൾ ജീവിച്ചതിന് ശേഷം മടുത്തു എന്നുള്ള കാരണങ്ങൾ കൊണ്ട് പെട്ടെന്നൊരു ഡിവോഴ്സ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. നമ്മൾ കപ്പിൾ തെറാപ്പിയിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ കുറച്ച് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്, ആർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓൾറെഡി മാറാൻ താല്പര്യമില്ല, ഇനി ഞാൻ മാറില്ല, എനിക്ക് ഡിവോഴ്സ് മതി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇറ്റ്സ് റിയലി നോട്ട് ഇൻഡിക്കേറ്റഡ്. മനസ്സിലായി? പക്ഷേ യു ക്യാൻ ടോക്ക് ത്രൂ ദം. ഇപ്പോൾ ഡിവോഴ്സ് തെറാപ്പി എന്നുള്ളൊരു കൺസെപ്റ്റും ഉണ്ട് നമുക്കിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂസ് ഒരുപാട് ഈ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ള സത്യമാണ്. ഈ ഡോപ്പാമിൻ ഹൈ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ലൈഫിൽ ആ ഒരു പ്ലഷർ തരുന്നത് ഡോപ്പാമിൻ എന്നൊക്കെ പറയുന്ന പല കെമിക്കലുകളാണ്. അതിന് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പാമിൻ ഹൈ നമുക്ക് ഇന്ന് തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിലുണ്ട്, ഡ്രഗ്സിലുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഫ്രണ്ടൽ ലോബുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ പലപ്പോഴും മാരേജിൽ നിന്ന് അതേ ലെവൽ ഡോപ്പാമിൻ ഹൈ കിട്ടാതെ പോകുന്നു. അതിൻ്റെ ഒരു റീസൺ എന്താ? കണ്ടീഷൻഡ് ആയിരിക്കുകയാണ് നമ്മൾ ഭയങ്കര ഹൈ ലെവലിൽ കണ്ടീഷൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്ക് എത്താണ്ട് വരുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ നിരാശയായിരിക്കും പലർക്കും ഫലം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ ഒരു സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഒന്നും കൂടി കട്ട് ചെയ്ത്, ഓക്കെ, സിറ്റ് ഓൺ 2 സൈഡ്സ് ഓഫ് എ ടേബിൾ, വാട്ട് ക്യാൻ വി ഡു എന്നുള്ളത് കുറച്ചും കൂടി നമ്മളൊന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ. റിലേഷൻഷിപ്സിൽ ഇപ്പോൾ പറയുന്ന ഒരു പുതിയ ടേംസ് ആണ്. എൻ്റെ അടുത്ത് കുറച്ച് കേസുകൾ നമ്മുടെ എറണാകുളം പരിസരത്ത് നല്ല കോളേജുകളിലെ കുട്ടികൾ വന്ന് പറയും, സാർ ഐ വാസ് ഇൻ സിറ്റുവേഷൻഷിപ്പ് ഫോർ ലാസ്റ്റ് 6 months ബട്ട് എന്നുള്ള രീതിയിൽ. സിറ്റുവേഷൻഷിപ്പ് പുതിയ വാക്കുകളാണ്. ഓക്കെ, അപ്പോൾ നിമിഷത്തിൽ ആരെ പരിചയപ്പെടുന്നു അവിടെ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓൺലി ഫോർ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇതിലുണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും ഒരാൾ അതിനകത്ത് ബെനിഫിറ്റ് എടുക്കുന്നുണ്ടായിരിക്കും, ഒരാൾ അതിനകത്ത് വിക്ടിം, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഒരാൾ അതിനകത്തുനിന്ന് ബെനിഫിറ്റ് എടുത്തുകൊണ്ടിരിക്കേണ്ടായിരിക്കും. അതിൽ സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഒരാൾ അതിനകത്ത് വിക്ടിമായി മാറുന്നു, അതിൽ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഒരു എക്സ്പെക്റ്റേഷൻ, ഏതൊരു കാര്യത്തിലാണെങ്കിലും മനുഷ്യൻ ഈ പറയുന്ന പോലെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന ഓവർ കമ്മിറ്റ്മെൻറ്റ് ആകണ്ട എന്നുള്ളൊരു ചിന്തയിലാണ് ഈ സിറ്റുവേഷൻഷിപ്പിലേക്ക് പോകുന്നത്. പക്ഷേ അപ്പോഴും തിരിച്ചറിയാതെ കിടക്കുന്നതാണ് ഈ എക്സ്പെക്റ്റേഷൻ അവിടെ ഇല്ലാണ്ടാകുന്നില്ല. ഒരാളെപ്പോഴും ഓവർ എക്സ്പെക്റ്റഡ് ആയ ഒരു സപ്പോർട്ടീവ്, ഒരു ഡിപ്പെൻഡൻസി അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എങ്ങനെ ഡിപ്പെൻഡഡ് ആയി പോകുന്നു ഒരു മനുഷ്യൻ? ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് മേ ബി കിട്ടാതെ പോയിട്ടുള്ള ചില കൺസേൺസ് ആയിരിക്കാം, ചൈൽഡ്ഹുഡ് ട്രോമകളായിരിക്കാം. ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബോർഡർ ലൈൻ എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇമോഷണൽ അൺസ്റ്റേബിളായിട്ട് അവരുടെ ലൈഫ് ഇങ്ങനെ പോകുമ്പോൾ വളരെ ഇമ്പൾസീവ് ആയിരിക്കും, ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടായിരിക്കും. ഈ വ്യക്തിയെ മനസ്സിലാക്കാൻ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പലപ്പോഴും പറ്റാറില്ല എന്തുകൊണ്ട് ഇവരിങ്ങനെ ആയി പോകുന്നു എന്നുള്ളത്. ബോർഡർ ലൈനിലുള്ളവർക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്സ് അവർക്ക് ഉണ്ടാക്കാൻ എളുപ്പം, ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് വിട്ട് കളയാൻ അല്ല, അതായത് അതൊരു പോസിറ്റീവ് അല്ലാത്ത, ഹെൽത്തി അല്ലാത്ത റിലേഷൻഷിപ്പിലോട്ട് മാറുമ്പോൾ അണേബിൾ ടു ലെറ്റ് ഗോ എന്നുള്ളതാണ് അതിലത്തെ ഒരു മെയിൻ വിഷയം. അത് വിട്ട് കളയേണ്ട സമയത്ത് വിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു റൂയിൻ യുവർ ടൈം, മണി, എവറിഥിങ്, മെന്റൽ ഹെൽത്ത് ഓൾസോ.
അതുപോലെ അപ്പം തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യും. ഒരു ഉം. റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഇവർ ബിഹേവ് ചെയ്യും. മേ ബി അവരുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സൂയിസൈഡൽ ഐഡിയേഷൻസ് ടെൻഡൻസീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം കാണിച്ചിട്ടായിരിക്കും മേ ബി അയാളുടെ പാർട്ട്ണറിനെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുന്നത്. പാർട്ട്ണറിന് ഈ വ്യക്തിയുടെ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാനായി തീരെ പറ്റില്ല. പറ്റില്ല. ഇതൊക്കെ ബോർഡർ ലൈനിൽ മാത്രം നിൽക്കുന്ന ട്രേറ്റ്സ് അല്ല, Yes. എല്ലാവരിലും ഉള്ള ട്രേറ്റ്സ് അതെ. തന്നെയാണ്. അതെ. പക്ഷെ അത് കുറച്ച് മുന്തി നിൽക്കുന്നു. ജനറലി കൂടുതൽ. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ ഷോർട്ട് സൈറ്റഡ് ആവുന്നു. ഉം. നമ്മളൊരു പരിധിക്ക് അപ്പുറം മുന്നോട്ടേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളൊക്കെ ഷോർട്ട് സൈറ്റഡ് ആവുന്നു. നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഉം. ഇപ്പോൾ എത്ര പേർക്ക് 5 വർഷം കഴിഞ്ഞിട്ടുള്ള എയിം എന്താണെന്ന് പറയാൻ പറ്റും അതെ. അല്ലേ? അതിൻ്റെ ഒക്കെ ഒരു ഇച്ചിരിയും കൂടി എക്സ്റ്റെൻഡഡ് ലെവലാണ് നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലൊക്കെ കാണുന്ന ഷോർട്ട് സൈറ്റഡ്നെസ്സിലൊക്കെ നമ്മൾ ഉം. കാണുന്നത്. ഇപ്പം ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പം എല്ലാ ഫാമിലിയും ഒരേപോലെ ആവണമെന്നില്ല. തീർച്ചയായും. അച്ഛനമ്മമാർ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഉം. സിബ്ലിങ്സ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ഉം. ഒറ്റയ്ക്കായിരിക്കാം. സോ ഇവിടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂട്ടുകെട്ടാണ്. Yes. കൂട്ടുകെട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ ആളുടെ ഉം. ജീവിതവും അയാളുടെ ലൈഫും എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകും. പക്ഷേ ചൂസ് ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ അയാൾ തെറ്റായിട്ടുള്ള ട്രാക്കിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പല കുട്ടികളും തെറ്റായിട്ടുള്ള രീതിയിലും ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ കൂട്ടുകെട്ട് തന്നെയാണ്. ഉം. അതിലേതെങ്കിലും ഒരാൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഈ ഒരാൾക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് എത്രയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞാലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവരെന്തെങ്കിലും പറഞ്ഞ് ചിലപ്പം ഒന്ന് ട്രൈ ചെയ്യും. ആ ഒരു ട്രൈ അയാളുടെ ഉം. ജീവിതം മാറ്റും. ആ ഒരു ട്രൈൻ്റെ അവിടെ വേണ്ട എന്ന് പറയുന്ന ആ സെക്കൻഡിലാണ് നമ്മുടെ ജീവിതം മാറുന്നത്. അതെ. ഇപ്പം എനിക്കിപ്പോൾ 35 ഇയേഴ്സായി. ഞാൻ മുന്നേ പറഞ്ഞ കണക്ക് ഞാൻ ഇതുവരെയായിട്ടും സിഗരറ്റ്, ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് ഒന്നും ഞാൻ ട്രൈ പോലും ചെയ്തിട്ടില്ല. ഉം. കാരണം എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ചോയ്സ് ആയിരുന്നു. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എവിടെയെങ്കിലും എത്തണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒറ്റ കാര്യമായിരുന്നു എൻ്റെ ട്രാക്ക്. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സക്സസ്ഫുൾ ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ അതായിരുന്നു എൻ്റെ ട്രാക്ക്. ഇപ്പോഴത്തെ ജനറേഷനിലെ പല കുട്ടികൾക്കും ഫോക്കസ്ഡ് അല്ല. എല്ലാവരും അല്ല, പലരും. ഇപ്പോൾ ഈ പറഞ്ഞ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ ഒരു കൂട്ടുകെട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി പെടയാണ്. അവരെങ്ങനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും? ഇപ്പം നിങ്ങളുടെ ഒരു ആക്ച്വലി ഒപ്പീനിയൻ യു ആർ വെരി ലക്കി. Yeah. ഇതുവരെ അത് ഒരു ഇൻഫ്ലുവൻസ് പോലും ആളിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ലക്കി ഇൻ അതെ. ദീസ് ഡേയ്സ്. ഏയ്. ഇതിൽ പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അതർ സൈഡ് പറയാണ്. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് എടുത്താൽ അവിടെ ഒത്തുകൂടുന്നത് കൂടുതൽ പേരും സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ആൽക്കഹോൾ കുപ്പി കയ്യിലുണ്ടെങ്കിൽ ഉം. അതിന് ചുറ്റും കൂടുന്നത് കൂടുതൽ പേരും അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. അപ്പോൾ ഉം. പിയർ പ്രഷർ മാത്രം എന്നല്ല, Yes. പിയർ പ്രഷറും ഒരു ഘടകമാണ്. എന്നാൽ പിയർ പ്രഷർ മാത്രമല്ല, നമ്മുടെ ബ്രെയിനിൽ ഇൻഗ്രൈൻഡ് ആയിട്ടുള്ള ഇപ്പം നേരത്തെ നമ്മൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൻ്റെ കാര്യം പറഞ്ഞു, ഉം. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഉം. ഒരു പാത്വേ അതിനകത്തുണ്ട്. ഉം. അപ്പം ഡ്രഗ് സീക്കിംഗ് എന്നത് മോട്ടിവേഷനിലത്തെ ഒരു പ്രശ്നമാണ്. ഉം. അതുപോലെ തന്നെ അഡിക്ഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻ്റെ പ്രശ്നമാണ്, ഈ ഒരു ഇമോഷണൽ ഡിസ്റെഗുലേഷൻ്റെ പ്രശ്നമാണ്. ഉം. അതുപോലെ തന്നെ ഒരു റിവാർഡ് പാത്വേയുടെയും പ്രശ്നമാണ്. റിവാർഡ് പാത്വേ എന്ന് പറയുമ്പം ബ്രെയിനിൽ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഉം. ആ ഭാഗത്തിൽ ഒരേ ക്വാണ്ടിറ്റി ഓഫ് അളവ് ലഹരി ചെല്ലുമ്പോൾ ചിലർക്ക് ഭയങ്കരമായ കിക്കാണ് കിട്ടുന്നത്. Yes. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ് ടു ഉം. ദ അഡിക്ഷൻസ്. അപ്പോൾ പിയർ പ്രഷർ എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ അഡിക്ഷനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഉം. നമ്മൾ അവരോട് പറയുന്നത് സാധാരണ നിങ്ങൾ കംപ്ലീറ്റ് ആയി ആബ്സ്റ്റിനൻ്റ് ആയി നിൽക്കൂ, Yes. കിട്ടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൂ എന്നുള്ളത് തന്നെയാണ്. ഈ നമ്മൾ ചില റിലേഷൻഷിപ്സിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഫേസ് ഓഫ് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്യുക, Yes. അത് കഴിഞ്ഞ് ഒറ്റയടിക്ക് പാർട്ട്ണർ വിഡ്രോ ചെയ്യുക. അപ്പോൾ അത് ഓപ്പോസിറ്റ് റിസീവ് ചെയ്യുന്ന ആൾ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട്, ഒരു എന്താ പറയുക, ഒരു ബെഗിങ് സ്റ്റേറ്റിലേക്ക് പോവാണ്. എനിക്ക് ലവ് വേണം, എനിക്ക് സ്നേഹം വേണം. അപ്പോൾ ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുക, ഇമോഷണലി തിരിച്ച് അങ്ങോട്ട് കൊടുക്കുക. പിന്നെയും ഇയാൾ വിഡ്രോ ചെയ്ത് നിൽക്കുക, വല്ലപ്പോഴും വന്ന് കുറേ ലവ് ബോംബ് ചെയ്യുക, അത് Yes. കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിഡ്രോ ചെയ്യുക. ഇങ്ങനത്തെ പാറ്റേൺസ് ഭയങ്കര കോമൺ ആണ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ശരിക്കും നേരത്തെ പറഞ്ഞ ആ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ NPD, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് കൂടുതൽ ഈ ലവ് ബോംബിങ് കാര്യങ്ങൾ ഇതെല്ലാം കാണുക. സോ പലപ്പോഴും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും. ഒരാളെ കൂടെ നിർത്തി
ആ ഉം. വ്യക്തിയെ ശരിക്കും ഒരു വിക്ടിമാക്കും. ഈ വ്യക്തിക്ക് പോലും തിരിച്ചറിയില്ല ഞാനൊരു വിക്ടിമാണ്, ഇതിനകത്ത് അതെ. നിൽക്കുകയാണ്, എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇവിടെ നഷ്ടപ്പെട്ടുവാണ്. ഭയങ്കര ഹൈലി ഡിപ്പെൻഡഡ് ആയി പോകും. മേ ബി ഈ പറയുന്ന വിക്ടിം ഇപ്പോൾ പെൺകുട്ടിയായിരിക്കാം, ആൺകുട്ടിയായിരിക്കാം, ആർക്കാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തുടക്കത്തിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അറ്റൻഷൻ ഉണ്ടായിരിക്കും, കെയർ ഉണ്ടാവും, കൺസേൺ ഉണ്ടായിരിക്കും, എപ്പോഴും കൂടെ നിൽക്കുന്ന നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേ അറ്റൻഷൻസ് ഇവിടെ കിട്ടുവാണ്. ഓക്കെ, ഇതെല്ലാം കൊടുത്ത് പരുവപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമ്മൾ പതുക്കെ ചൂണ്ട എന്ന് പറയില്ലേ, നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷം ഈ വ്യക്തിയെ ശരിക്കും ഒരു ഗിൽറ്റ് ഉണ്ടാക്കിയെടുത്തോണ്ടിരിക്കും. ഗിൽറ്റ് ഫീഡിംഗ് എന്നൊക്കെ പറയും. ഓക്കെ, ആ വ്യക്തിയുടെ കോൺഫിഡൻസ് കളഞ്ഞ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പേഴ്സണാലിറ്റികളുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡയഗ്നോസ്റ്റിക് ഗൈഡ്ലൈൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മളുടെ അടുത്തൊരു പേഷ്യൻറ്റ് വരുമ്പോൾ പേഴ്സണാലിറ്റി എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെ നല്ലൊരു ടൈം ടൈം എടുക്കുന്നുണ്ട്. എടുക്കും. നമുക്ക് ഈ അതെ. പറഞ്ഞ പോലെ MCMA പോലുള്ള ഉം. ടെസ്റ്റുകൾ ഇതൊക്കെ ഉണ്ട്. ഉം. ഓക്കെ, എന്നിരുന്നാൽ പോലും ഹൈലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരുപാട് അതെ. ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ തിരിച്ചറിയുക, ഞാൻ ഇതിനകത്ത് വിക്ടിം ആകുകയാണ്, ഇതല്ല ശരിക്കും ഞാൻ ഉദ്ദേശിച്ച സ്നേഹം, അയാൾ എൻ്റെ കോൺഫിഡൻസ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചുറ്റുമുള്ളവരെ മുഴുവനും എവിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിറ്റ്നസ് ആയിട്ട് നിലനിർത്തും. കാരണം കുറ്റം പറയുമ്പോൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയിട്ട് ഈ വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ വ്യക്തി ഇങ്ങനെ പിക്ചറൈസ് ചെയ്യും ഈ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് കറന്റ് ഓഫ് എക്സ്ട്രാ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതെ. അത് മാരിറ്റൽ ലൈഫിലുണ്ട്, പ്രണയബന്ധങ്ങളിലുണ്ട്. ഇതെപ്പോഴും ഈ കൈൻഡ് ഓഫ് ഡോമിനേറ്റിംഗ് ആളുകളെ മാത്രം എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില ആൾക്കാരുണ്ടായിരിക്കും. അവരിതിനകത്ത് പോയി ചിലപ്പം ചാടും. ഇനി അത് മാത്രമല്ല, ഫാമിലി റിലേഷൻഷിപ്പിൽ പാരൻറ്റിങ്ങിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റുകൾ അനുഭവിക്കുന്ന കുട്ടികൾ, എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പേഴ്സണാലിറ്റികളിലായിരിക്കും ഏറ്റവും പെട്ടെന്ന് കൂടുതൽ പോയി പോയി അട്രാക്റ്റഡ് ആവും. അട്രാക്റ്റഡ് ആകുന്നത്. ഓക്കെ. പലപ്പോഴും നമ്മൾ OPയിൽ കപ്പിൾസായിട്ട് വരുമ്പം ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവരുടെ പാർട്ട്ണറിനെ ഫസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഇതിലോട്ട് നമ്മൾ റിസോർട്ട് ചെയ്യാറുണ്ട്. കാരണം എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന പ്രശ്നം അതായിരിക്കും. മറ്റേതിന് കുറച്ചും കൂടി ടൈം Time എടുത്ത് ശരിക്കും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ട്രേറ്റിന് ഒരു പ്യോർ ഇതുണ്ടോ? ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ യു ക്യാൻ പറ്റുമോ? ചേഞ്ച്. അതായത് വാട്ട് ഈസ് ചേഞ്ച് ബേസിക്കലി? ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇഫ് യു ആർ 20% ഓക്കെ, യു ഷുഡ് ബി 25 by 1 month. അല്ല, ഇറ്റ്സ് വെരി സ്ലോ പ്രോസസ്. അങ്ങനെ ദ റിയൽ സെൽഫ് ചേഞ്ച് ഇസ് സ്ലോ പ്രോസസ്. അങ്ങനെ സെൽഫ് ഇൻസൈറ്റ് ഉള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിക്കാർ ഉണ്ട്, വരാറുണ്ടോ? ഇഷ്ടം പോലെ വരാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറയാം. ഞാൻ ബേസിക്കലി ഭയങ്കര ഷോർട്ട് ടേം പാടാം, ഭയങ്കര അഗ്രസീവാണ്. ഞാൻ റിലേഷൻഷിപ്പിൽ ആവുന്ന ടൈമിൽ ഐ വാസ് വെരി അഗ്രസീവ്. ഓക്കെ, അപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും ഈസ് വെരി ടോക്സിക്. കാരണം ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. പേഷ്യൻസ് ഇല്ല, കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ശ്രമിക്കത്തില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കത്തില്ല, ഗുഡ് ലിസൺ ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ ഡ്രോബാക്സ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഒരു സെറ്റ് ഓഫ് ഒരു പോയിന്റിലെത്തിയപ്പം ഞാൻ എന്നെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഓവറായിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, ആൾ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല, കേട്ടിട്ടല്ല ഞാൻ റിയാക്ട് ചെയ്യുന്നത്, എൻ്റെ ആക്ഷൻ കാരണം ആളിന് വിഷമം ഉണ്ടാവുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒരു പോയിന്റിന് മുന്നേ വരെ ശ്രദ്ധിക്കത്തേ ഇല്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ ഗ്രാജുവലി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ, അയാളുടെ ആ ഒരു വിഷമം ഞാൻ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. ഞാൻ കാരണം അയാൾ വിഷമിക്കുന്നുണ്ട്, ഞാൻ പറയുന്ന വാക്കുകൾ അയാളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇപ്പം നമ്മൾ പറയുന്ന വാക്കുകളൊന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു, ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുമായിരുന്നു, കൈൻഡ് ഓഫ് ഒരു മേ ബി ഞാൻ ടോക്സിക് ആണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ നൗ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് ഐ എം ലെസ് ടോക്സിക്. കാരണം ഞാനിപ്പോൾ അധികം ദേഷ്യപ്പെടുന്നില്ല, ഭയങ്കര അഗ്രസീവ് അല്ല, കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, ക്ഷമയോടെ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി അങ്ങോട്ട് പറയാറുണ്ട്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഞാൻ സെൽഫായിട്ട് അനലൈസ് ചെയ്ത് ഞാൻ എന്നിലുണ്ടാക്കിയ മാറ്റമാണ്. സോ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി. എന്നെ തന്നെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയും. ഇത് പലരും ചിലപ്പോൾ പറയത്തില്ല. കാരണം എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്കുണ്ടായ എക്സാമ്പിളാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് കാണുന്ന പലർക്കും ഇതേപോലെ ഉണ്ടാവും. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റും. നമ്മൾ കംപ്ലീറ്റ്ലി ചിലപ്പം ഒരു പോസിറ്റീവ് ആവാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാം, നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും. ഇതിൽ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പ്രശ്നമായി അതിന് ഭയങ്കര നെഗറ്റീവായിട്ട് കാണേണ്ട ഭയങ്കര ആവശ്യമൊന്നുമില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഭയങ്കര പോസിറ്റീവായിട്ട്, അതായത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒരുപാട് ഉണ്ട്. സെൽഫ് അക്സെപ്റ്റ് ചെയ്യുക, അതായത് അത്രയും സെൽഫ് വാല്യൂ ചെയ്യുക എന്ന് പറയുന്നതാണ് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ അങ്ങനെ തന്നെ എല്ലാ നാർസിസ്റ്റുകളും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു തെറ്റൊന്നുമല്ല. നമുക്ക് ആവശ്യം അത് തന്നെയാണ്. പലർക്കും അത് കഴിയാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എവിടെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ നോക്കിയോ അവർ സെൽഫ് സെൻറ്റേഡ് തന്നെയാണ്. ഓക്കെ, അതിൽ ഈ പറയുന്ന ഡിപ്പെൻഡൻസി ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കപ്പിൾ തെറാപ്പിയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത്
അത് ഇങ്ങനെയാണോ നിൽക്കുന്നത്, അത് ഇങ്ങനെയാണോ നിൽക്കുന്നത്. ഉം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വീണ് കഴിഞ്ഞാൽ നിങ്ങളും ഫോളോ ചെയ്യും. ഉം. നിങ്ങൾ രണ്ടുപേരും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക, എന്നിട്ട് അവിടെ കൈ കോർത്ത് പിടിച്ച് നിൽക്കുക. ഉം. അവിടെ ഒരാൾ വീണാലും നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കും. അതെ ആ വീണത് നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. അതെ മനസ്സിലായില്ലേ? അതായത് ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് പോകേണ്ട സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അയ്യോ ആൾ എന്ത് വിചാരിക്കും, ആ വ്യക്തി ഒറ്റയ്ക്കാവില്ലേ, ഉം. ആ വ്യക്തി കൂടെ നിൽക്കുമ്പോൾ ഈ വ്യക്തി ഇരുന്ന് നരകിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത ഇല്ല ഒരിക്കലും. അതെ അപ്പം ഞാൻ പറയും, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങളൊരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഉം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ വളരെ അസേർട്ടീവായിട്ട് എനിക്കിത് താല്പര്യമില്ല, ഉം. നിങ്ങൾക്കാകാം, നിങ്ങളെ ഞാൻ തെറ്റ് പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആകാം, ഉം. പക്ഷെ അത് എൻ്റെ അടുത്തേക്ക് എനിക്കത് കംഫർട്ടബിൾ ആക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. ഒരു തവണ പറയാം, രണ്ട് തവണ പറയും, മൂന്നാമത്തെ തവണയും അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റെപ്പ് ബാക്ക്. ഉം. അതേ ഉള്ളൂ ഓപ്ഷൻ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് പലപ്പോഴും പേഴ്സണാലിറ്റി മാത്രമൊന്നും അല്ല. നമ്മൾ സൈക്കോട്ടിക് സിംറ്റംസ് ആയിട്ട് എത്രയോ Yes. പേര് നമ്മുടെ ഒപ്പിയിൽ വരാറുണ്ട്. ശരി. സംശയം, പാർട്ട്ണറിൻ്റെ ഫിഡിലിറ്റിനെ കുറിച്ചുള്ള സംശയം, അതുപോലെ തന്നെ ഹാലൂസിനേഷൻസ് ആയിട്ട് Yes. വരാറുണ്ട്. ഇതൊക്കെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, Yes. ഉം. ഞങ്ങൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. ഉം. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന്, ഒരു വ്യക്തിക്ക് ആ മൊമെൻറ്റിലായിരിക്കാൻ പറ്റുന്നില്ല. ഉം. ഉം. ആ മൊമെന്റിലേക്ക് ഒരു വ്യക്തി എത്താതെ എങ്ങനെ റിലേഷൻഷിപ്പിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടാവും, എങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവും, അല്ലെ? ഉം. നമ്മൾ വേറെ ഏതോ ലോകത്ത് നിൽക്കുകയാണ്. Yes. ഹൗ ക്യാൻ ഹി ബി ഇൻ ദാറ്റ് മൊമെന്റ്? അതെ Yes. സോ അത്തരം ഇഷ്യൂസും നമ്മൾ അഡ്രസ്ഡ് ആയിരിക്കണം. പലപ്പോഴും കപ്പിൾ തെറാപ്പി അവസാനം എത്തി നിൽക്കുക ഒരു ഡയഗ്നോസിസിലും ഉം. ഒരു ഉം. ട്രീറ്റ്മെന്റിലുമാണ്. അതെ. അതെ അതെ അല്ലാതെ എപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് മാറുന്നതല്ല. അതെ ഈ ഒരു എന്താ പറയാ, ഒരു ശബ്ദം കേട്ടാൽ രണ്ട് ഭാഗത്തും പ്രശ്നമുണ്ടെന്ന് Correct. പറയണതൊക്കെ Yes. മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെ പലപ്പോഴും ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രമായിരിക്കും പ്രശ്നം. അതെ അതെ. അതെ മറ്റേ ആളെ വെറുതെ അനാവശ്യമായി ബ്ലെയിം ചെയ്യുന്ന സാഹചര്യങ്ങളും അതെ പലപ്പോഴും നമ്മുടെ ഉം. സമൂഹത്തിൽ അതെ. കാണാറുണ്ട്. കാണാനുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളെയും കൊണ്ടായിരിക്കും പേരൻസ് വരിക ഇവൻ്റെ ബിഹേവിയർ ഇഷ്യൂസ് എന്നുള്ള രീതിയിൽ. ഉം. പക്ഷെ നമ്മൾ അറ്റൻഡ് ചെയ്ത് വരുമ്പം കുട്ടിയുടെ ബിഹേവിയർ ഇഷ്യൂസിന് കാരണമാകുന്നത് പേരൻസിൻ്റെ Parents-ന്റെ പ്രോബ്ലമാണ്. problem അവരുടെ ആണ്. ഇടയിൽ ഉണ്ടാകുന്ന ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സുകളാണ് കുഞ്ഞിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത്. അതെ അതെ അപ്പം നമ്മൾ പതുക്കെ കുഞ്ഞിനെ കുറച്ച് നേരം അറ്റൻഡ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് ഇരുത്തി ഇവരുടെ അടുത്തേക്ക് ചെറിയ വിശേഷങ്ങളൊക്കെ ചോദിച്ച് തുടങ്ങുമ്പോഴായിരിക്കും ഭാര്യ പെട്ടെന്ന് അങ്ങോട്ട് കരഞ്ഞു തുടങ്ങുക. അവിടെ നിന്നായിരിക്കും പ്രശ്നങ്ങളുടെ തുടക്കവും കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാകുന്നത്. അതിൽ ഇൻലോസിൻ്റെ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കാം, ഹസ്ബൻഡിൻ്റെ മേ ബി എന്തെങ്കിലും കൈൻഡ് ഓഫ് പാരനോയിഡോ അല്ലെങ്കിൽ ഇൻഫിഡിലിറ്റി ഇഷ്യൂസോ പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഇടയിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ, നമ്മൾ സെഷൻസിൽ എപ്പോഴും സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണെന്ന് പറയും. ചിലർക്ക് അറിയുന്ന പോലുമില്ല അതെങ്ങനെയാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു കേസ് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി 22 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് എനിക്കുണ്ടായിരുന്നു. ആ കുഞ്ഞ് വന്ന് പറയുന്നത്, എൻ്റെ കല്യാണം കഴിഞ്ഞു, പക്ഷേ ആ വ്യക്തി എന്നെ കാണുന്ന ഒരു പെങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ അവൾ കുഞ്ഞാണെന്നുള്ള രീതിയിൽ തോന്നുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് സെക്ഷൽ റിലേഷൻഷിപ്പ് ആഫ്റ്റർ എന്താ പറയുക 2 ഇയേഴ്സ് ഓഫ് മാരേജ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഡിവോഴ്സ് ആയിട്ട് ആ കുട്ടി വീണ്ടും വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഓക്കെ, അവിടെ ഉണ്ടാകുന്നത് വീണ്ടും ഈ ഡിപ്പെൻഡൻസിയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ കൈൻഡ് ഓഫ് സെക്ഷൽ റിലേഷൻഷിപ്പിൽ കുറച്ചൊക്കെ അബ്യൂസുകൾ അനുഭവിക്കുന്ന ഒരു ഇതുണ്ട്. ഒരു ലേഡി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മദ്യപിച്ച് വന്ന് എന്നെ അത്രത്തോളം അറ്റാക്ക് ചെയ്യുക, ബൈറ്റ് ചെയ്യുക, എൻ്റെ ബ്രസ്റ്റിലൊക്കെ ബൈറ്റ് ചെയ്ത് എൻ്റെ നിപ്പിളൊക്കെ പൊട്ടിപ്പോകുന്ന ആ ഒരു ലെവലിലേക്ക് വരെ അത്രയും എക്സ്ട്രീം ലെവലിൽ അബ്യൂസ് ചെയ്തിട്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആ ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ സ്ത്രീകൾ ജീവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കുഞ്ഞുങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യുന്നു. പലപ്പോഴും മദ്യപാനമാകാം, അല്ലെങ്കിൽ പേഴ്സണാലിറ്റികളായിരിക്കാം, ഒരു അബ്യൂസ്, സ്വന്തം അച്ഛൻ തന്നെ മകളെ അബ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻസും നമ്മൾ കേസുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും വേണ്ട രീതിയിൽ നമുക്ക് റിസോഴ്സസ് ഉണ്ട്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഉണ്ട്. ഇതിന് വേണ്ട രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഹാൻഡിൽ ചെയ്യാൻ ഏർലി ഇൻ്റർവെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക, മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കോൺഫ്ലിക്റ്റുകളിലേക്ക് പോകില്ല. അതെ നമുക്കതിന് ഒരു വ്യക്തിയെ, ഇപ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ജൂനിയേഴ്സ് കുട്ടികൾ ഇൻറ്റേൺഷിപ്പിനൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഒരു 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഞാൻ അറ്റൻഡ് ചെയ്യില്ല സർ, എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അയാളോട് ദേഷ്യമായിരിക്കും. ഞാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും? നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം, അതെ അൺകണ്ടീഷണൽ ആയിട്ട് വേണം ഒരു വ്യക്തിയെ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, നമുക്കൊരിക്കലും ഒരു വ്യക്തിയെ ജഡ്ജ് ചെയ്ത് ലേബൽ ചെയ്ത് അയാളുടെ നെറ്റിയിൽ ഒട്ടിക്കലല്ല ആവശ്യം. ആ വ്യക്തിയുടെ ഇമോഷൻസിനെ അഡ്രസ്സ് ചെയ്ത് ഏതെങ്കിലും നല്ല രീതിയിൽ ആ വ്യക്തിയെ ഒന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ, അയാൾക്കൊരു ജീവിതത്തിലേക്ക് പോകാനുള്ള വഴികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതെ അതെ അപ്പോൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ശരിക്കും ആവശ്യമാണ്. ഇപ്പം കൗൺസിലിംഗ്, ഇപ്പം കല്യാണം കഴിച്ച മാരേജ് കഴിഞ്ഞ രണ്ടുപേർക്ക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിന് രണ്ട് കാഴ്ചപ്പാടിൽ വളർന്നു വന്ന് കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ്. സോ അവരുടെ എല്ലാ കാര്യങ്ങളിലും
ഡിഫറൻസസ് ഉണ്ടാവും. ഉം. അപ്പോൾ ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചോ, ഉം. സോൾവ് ചെയ്യുന്ന ആരായിരിക്കും? അവർ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുന്ന വളരെ കുറവായിരിക്കും. അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റാത്തത് ഒന്നുകിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയുടെ ഫ്രണ്ട്സോ ഫാമിലിയുടെ അടുത്ത് പറയും, ചെക്കനാണെങ്കിൽ ചെക്കൻ്റെ ഇവരുടെ അടുത്ത് പറയും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ഫേവർ ചെയ്ത് സംസാരിക്കും. അതെ. യെസ്. മനസ്സിലായില്ലേ? അതെ അപ്പോൾ അതെ ചെക്കൻ പറയും എന്നെ മനസ്സിലാക്കുന്നില്ല, ആ കുട്ടീനെ അതെ മനസ്സിലായില്ലേ? ഉം. അതിനെ ഫേവർ ചെയ്ത് സംസാരിക്കുമ്പം അതിനെയാണ് കൺസിഡർ ചെയ്തതെന്ന് ചിന്തിക്കും. അവിടെ ഉം. ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് മനസ്സിൽ കിടക്കും. അടുത്ത യെസ്. പ്രാവശ്യം പെൺകുട്ടിയാണെങ്കിലോ ചെക്കൻ്റെ വീട്ടുകാർ ചെക്കനെ ഫേവർ ചെയ്ത് സംസാരിക്കും, ഞാൻ എന്നെ മനസ്സിലാക്കുന്നില്ല. സോ ഉം. ഈ ഒരു സിറ്റുവേഷനിൽ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. കാരണം നമ്മളൊരു കൗൺസിലിങ്ങിൽ ഒരു 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 കപ്പിൾ ചെല്ലുമ്പോൾ അവർക്ക് ആ ഒരു വ്യക്തി ആരുമില്ല, സ്ട്രേഞ്ചറാണ്. യെസ്. സോ പറയുന്ന കാര്യം ക്ലീൻ ആയിട്ട് ആരുടെയും പക്ഷമില്ലാതെ എന്താണ് കാര്യം എന്നുള്ളത് അനലൈസ് അതെ ചെയ്ത് അതെ. അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊല്യൂഷൻ യെസ്. കൊടുക്കാൻ പറ്റും. അത് അവരുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. യെസ്. മനസ്സിലായില്ലേ? സോ ഇപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൗൺസിലിങ്ങിന് പോകണം. ഒരു അതെ സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് തന്നെ പോകണം. അവരത് കേൾക്കും. കാരണം ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അതിൽ അഫക്റ്റഡ് ആവാതെ ഗുഡ് ലിസണർ, യെസ്. നന്നായി ലിസൺ ചെയ്യുന്ന ഒരാളിനെ വേണം. എന്നാലേ അയാൾക്ക് അനലൈസ് ചെയ്ത് കറക്റ്റ്. ഇതാണ് പ്രശ്നം എന്ന് ഉം. മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതെ. ശരിയല്ലേ? യെസ്. അതെ. അതെ. ഈ ലിസണിങ് ക്വാളിറ്റിയുടെ ഒരു കാര്യം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഉം. തന്നെ ലിസണിങ് ക്വാളിറ്റി വല്ലാണ്ട് നമുക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു സംശയം ഉം. നമ്മുടെ കൂട്ടുകാരുടെ ഇടയിലായിരിക്കാം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാൻ ഒരാളില്ല. ഉം. പലപ്പോഴും കാശ് കൊടുത്തിട്ട് ഒരു കൗൺസിലറുടെ അടുത്ത് വന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥ പോലും ഉം. ഉണ്ടായിട്ടുണ്ട്. ഉം. അതെ. ചിലപ്പോൾ സാധാരണഗതിയിലൊന്നും സംസാരിച്ച് തീരാവുന്ന ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ പലരും സാർ എന്നെ കുറച്ച് നേരം ഒന്ന് കേട്ടിരിക്കുമോ എന്ന് ഉം. വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസ് പലപ്പോഴും ഒരാളുടെ പ്രോബ്ലം നമ്മൾ സ്ഥിരം വിളിച്ചിട്ട് ഓ അവൻ എന്നെ വിളിക്കുന്നത് ഈ പറയുന്ന പോലെ പ്രശ്നം പറയാനായി ഉം. എടുക്കണ്ട ഉം. എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഉം. ലൈഫ് എത്തിയിട്ടുണ്ട്, അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്. വരുന്നുണ്ടല്ലോ. നമ്മൾ ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് മുമ്പ് നമ്മൾ കാണുന്നത് കൂടുതലും യൂട്യൂബ് വീഡിയോസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷോർട്സാണ്. ഷോർട്ട്സ്. അല്ല, ഉം. നമുക്ക് അത്രയും നേരം അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതും ഒരു ജനറേഷൻ ഗ്യാപ്പാണ്. യെസ്. നമ്മൾ ഈ കാലത്ത് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ. അതെ. അതെ. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു 5 മിനിറ്റ് പോലും ക്വാളിറ്റി ലിസണിങ് ഉണ്ടോ ലിസണിങ്. എന്നുള്ളത്, വിത്തൗട്ട് ഫോൺ ക്വാളിറ്റി ഉം. ലിസണിങ് ഉണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ഇതിൽ എല്ലാവരും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഞാൻ അതിലെ ഒരാളെ എൻ്റെ വൈഫ് എപ്പോഴും പറയും ഫോൺ വെച്ചുകൊണ്ടിരിക്കുന്നെന്ന്. എനിക്കറിയാം, ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും, പക്ഷേ എനിക്ക് ഈ സാധനം മാറ്റാൻ പറ്റുന്നില്ല. അത് ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ടോയ്ലറ്റിലുള്ള ഇറ്റ് ഈസ് അഫക്റ്റിംഗ്. കാരണം ഞാനിപ്പോൾ അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉം. മനസ്സിലായില്ല? അപ്പം എൻ്റെ വൈഫ് ഇത് കാണുന്നുണ്ടായിരിക്കും, ധൈര്യമായിട്ട് പറയുന്നുണ്ടല്ലോ ഇത്. ഇപ്പൊ ഓക്കെ. എന്റെ ഒരു പ്രോബ്ലമാണ്. എൻ്റെ എന്നല്ല, ഒട്ടുമിക്ക ആൾക്കാരും ആ. ടോയ്ലറ്റിൽ കയറും. പണ്ട് പത്രം ആരും വായിക്കുന്ന ആരും അതിൽ ആൾക്കാരായിരിക്കും. നിന്ന് പണ്ട് പത്രം വായിക്കലായിരുന്നു പരിപാടി. ആ. ചിലർക്ക് സിഗരറ്റ് ബീഡി വലിക്കുക ആ. എന്ന് പറയുന്നത്, ചിലർക്ക് പത്രം വായിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ അത് ഫോണായി. ഇപ്പൊ അതെ, ഫോണിൽ അതെ. കയറിയിട്ട് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 35-45 മിനിറ്റ്സിലേക്ക് എത്തി ആ അതെ. ഒരു എൻ്റെ ടോയ്ലറ്റിൽ അമ്മ യൂസ് ഞാൻ ചെയ്യാന്ന് പറയുന്നത്. ടോയ്ലറ്റിൽ കയറി ഫോണായിട്ട് പോകുമ്പോൾ ഉം. ടൈം എക്സീഡ് ചെയ്ത അമ്മ പുറത്തുനിന്ന് ലൈറ്റ് ഓഫ് ചെയ്യും. അതെ. അപ്പോഴാണ് എനിക്ക് അലേർട്ട് വരുന്നത് ഞാൻ തിരിച്ചു കുറെ നേരമായി ഉം, 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 ഉം. കയറിയിട്ടുള്ളതെന്ന്. കാരണം എന്റെ അതൊരു ഹാബിറ്റായി അതെ മാറി. നമ്മൾ ഫോൺ എടുത്ത് എടുത്ത് പോകുന്നു, പോകുന്നു. പത്രം അതിൻ്റെ ഉള്ളിൽ നിന്ന് ന്യൂസ് നോക്കുന്നു, ഉം, ഉം. വായിക്കുന്നു. ഈ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പം ഭാര്യയുടെ അടുത്ത് നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം, സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കണം. കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ട് നീ പറ എന്താ വിശേഷം, നീ പറ ഈ പറയുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി ഈ മാരേജ് എന്ന് പറയുന്ന സിസ്റ്റം എന്തിനുള്ളതാണ്? ഒരാളെ ജീവിതകാലം മുഴുവനും നമുക്ക് താങ്ങി നിർത്താനുള്ളതല്ല. ഉം. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ഉം. സപ്പോർട്ടീവായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബോണ്ടായിരിക്കണം മാരേജ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഉം. അതല്ലെങ്കിൽ 7 ഇയേഴ്സ് ഫിച്ച് തിയറി എന്ന് പറയുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. ഉം. അതായത് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന് സ്വന്തം ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള പ്രാപ്തി ആവുന്നത് വരെയാണ് എല്ലാ ജീവജാലങ്ങളിലും ഒരു ഈ പറയുന്ന പാർട്ട്നേഴ്സ് നിൽക്കുന്നുള്ളൂ. ഇപ്പോൾ കിളികളെയൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കിളി അടയിരിക്കുന്ന സമയത്ത് ഇണക്കിളി പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരും. ഇത് കഴിഞ്ഞ് പറക്കാറാവുകയാണ്. അപ്പോൾ അമ്മക്കിളിക്ക് ഒരു ചെറിയ സെന്റിമെന്റ്സ് മക്കളോട് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ വീട്ടിൽ എൻ്റെ കിളികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ കൂട് വെച്ചിട്ട് അച്ഛൻ കിളി ഈ അമ്മക്കിളിയെ കുത്തി ഓടിക്കും, തന്നെത്താനെ എടുത്ത് പറക്കാൻ പഠിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട്. ഉം. ഇത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പട്ടി പൂച്ച ഈ പറയുന്ന ജീവികളിലൊന്നും ഈ പറയുന്ന പരിപാടിയില്ല. ഉം. അത് ജനിക്കുന്നു, കണ്ണു തുറക്കുന്നു, പെട്ടെന്ന് തന്നെ അത് ഫീഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഉം. ഓക്കെ, വല്ലാണ്ട് ഒരു മാക്സിമം ഒരു 5 ദിവസം 10 ദിവസത്തെ ഗ്യാപ്പ് അതിനകത്ത് വരുന്നുള്ളൂ. അപ്പം നമ്മളുടെ ഇടയിൽ റിലേഷൻഷിപ്പ് വീണ്ടും നിലനിൽക്കണമെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാകണം. ഉം. പലപ്പോഴും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഭാര്യയും ഭർത്താവ് ഒരു ബിസിനസ്സിൽ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകൾ അധികം ഉണ്ടാവില്ല. ഉം. അവർ രണ്ടുപേരും ഒരു ഗോളിന് വേണ്ടി വർക്ക് അതെ. ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ അതേ സമയത്ത് രണ്ടുപേരും എൻ്റർലി ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്, ഡിഫറെൻറ്റ് നോർത്ത് പോൾ സൗത്ത് പോൾ എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. മറ്റൊരാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ടൈം എന്നാൽ സ്പെൻഡ് ചെയ്യുന്നില്ല. അതെ, പോരാത്തതിന് വാല്യൂ ഉണ്ടേ. അപ്പോൾ ഈ വാല്യൂസ് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഭാര്യയ്ക്കാണെങ്കിലൊക്കെ ഭയങ്കര ഭർത്താവിൻ്റെ അടുത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യണം. ഉം. ഓക്കെ, ഭർത്താവിന് ഇത് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഭാര്യയുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു ആവശ്യമാണ്, ഭാര്യയാണ് എല്ലാം ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം ഈ ടേസ്റ്റ് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. അതെ. ഓക്കെ, ഇപ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാവില്ല. മീൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടമാണ്.
എന്നാൽ ഭാര്യയ്ക്ക് അത് തീരെ ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയിട്ട് ഭാര്യയുടെ അടുത്ത് സംസാരിക്കണം, ഷെയർ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഇത് പറയുമ്പോഴത്തേക്ക് ഇവള് ഏകദേശം ഈ പറയുന്ന ഒരു ബാഹുബലിയിലത്തെ ലാംഗ്വേജൊക്കെ കേൾക്കുന്ന പോലെയാണ്, ഇൻട്രാ കടിംബ്ര എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം അത് ആ വ്യക്തിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാ. ഉം. കാരണം ഇത് ഞാൻ അടിച്ചേൽപ്പിക്കുകയാണ്, ഇഷ്ടമല്ലാത്തൊരു കാര്യം ഞാൻ അടിച്ചേൽപ്പിക്കുക. എൻ്റെ ഭാര്യയാകുമ്പോൾ എന്നെ മനസ്സിലാക്കണ്ടേ. ഓരോ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതിന് ശേഷമായിരിക്കണം ഒരു റിലേഷൻഷിപ്പിലേക്ക് ശരിക്കും നമ്മൾ പോകേണ്ടത് തന്നെ. ഒരു ഈ മുഹൂർത്തമൊക്കെ നോക്കി അല്ലെങ്കിൽ മറ്റേ ജാതകമൊക്കെ നോക്കി 10 പൊരുത്തം, രാഹു കുജൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയല്ല. നമ്മൾ സൈക്കോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പർ എടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും 10 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്പോസിറ്റ് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചോദിക്കും. ഇത് രണ്ടും മുമ്പിലേക്ക് വെച്ചിട്ട് പറയും, ഇതാണ് നിങ്ങളുടെ ഇടയിലുള്ള കോമൺ ഫാക്ടേഴ്സ് ഇതിൽ എന്തൊക്കെയുണ്ട്. ചിലപ്പോൾ 5 ഉണ്ടാവാം, ചിലപ്പം 10 ഉണ്ടാവാം, ചിലപ്പോൾ 2 ഉണ്ടാവാം. ഈ 2 കാര്യങ്ങളേ ഉള്ളൂവെങ്കിൽ ആ 2 കാര്യങ്ങളാണ് നിങ്ങളെ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. അതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അടിച്ചേൽപ്പിക്കണോ അതെയോ അതിന് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് കണ്ടെത്തണോ, അത് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഭർത്താവിന് മറ്റെന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു കാർ റേസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്, ഭാര്യയ്ക്കാണെങ്കിൽ അത് തീരെ താല്പര്യമില്ല. ഭർത്താവ് ഇത് പോകുമ്പോൾ ഭാര്യ എന്ത് ചെയ്യും, എന്നെ മനസ്സിലാക്കണില്ല, എനിക്ക് സപ്പോർട്ട് കിട്ടണില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളൂ. പക്ഷേ എന്നാൽ അത് സമയമല്ല, നിങ്ങൾ പോയി എൻജോയ് ചെയ്യും മനുഷ്യ, പോയിട്ട് ഇങ്ങ് തിരിച്ചു വാ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണുണ്ട്. ഇപ്പോൾ ഭാര്യയ്ക്ക് ഈ പറയുന്ന പോലെ ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഒരു ജേണൽ മീഡിയയിൽ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ഭാര്യയുടെ ആ ഇഷ്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരാളുടെ ഇഷ്ടത്തിനെ ബ്രേക്ക് ചെയ്യുക, എൻ്റെ കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയുന്ന അഡമൻ്റ് ആയിട്ടുള്ള ടോക്കിലല്ല റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത്. ദാറ്റ് സപ്പോർട്ടിങ് ഈച്ച് അതർ. ഇപ്പം കല്യാണം കഴിച്ചിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി മാറേണ്ട ആവശ്യമില്ല. ആളെന്താണോ അതേപോലെ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അതിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഇന്നൊരു കാര്യത്തിൽ കുറച്ചൊരു ഇതുണ്ട്, അതിൽ ഇങ്ങനൊരു ചേഞ്ച് വന്നാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞൊന്ന് മോട്ടിവേറ്റും കൂടെ ചെയ്ത് കൊടുത്തു, ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഫീൽ ചെയ്യും, ആ എന്നെ മനസ്സിലാക്കി, ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ബെറ്റർ ലൈഫ് കിട്ടും. ഇപ്പം നമ്മളിപ്പം ഈ മെൻ്റൽ ഹെൽത്തിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികളുടെ കാര്യമൊക്കെ പറഞ്ഞു. വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാർ, അപ്പൂപ്പന്മാർ, ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്തിനും നമ്മൾ വാല്യൂ കൊടുക്കണം. അതെ. നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. വീട്ടിലുള്ള Correct. പ്രായമുള്ള അച്ഛനമ്മ ഇവരൊക്കെ മെൻ്റലി ഓക്കെ ആണോ Yes. ഡൗൺ ആണോ, കാരണം ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, അതെ. ഭയങ്കര ഗ്യാപ്പ് ഉണ്ട്. അവർക്ക് ഈ ഒരു വേൾഡിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല. അതെ, അപ്പം തീർച്ചയായിട്ടും. നമുക്ക് കിട്ടുന്ന നമ്മുടെ ലൈഫിലുള്ള ഒരു കുറച്ച് സമയമെങ്കിലും Yes. നമ്മൾ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വായിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വാക്കോ അല്ലെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കും അവർക്ക് ഒരു അതെ. വലിയ ആശ്വാസമായിരിക്കും. അവർക്ക് ഈ ഫോണോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ല. അവർ ചിലപ്പോൾ ടി വി ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ടി വി പോലും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊരു ഡെയിലി റുട്ടീനുമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വീട്ടിലില്ല, ദൂരെ ആണെങ്കിൽ കൂടി ഒന്ന് ഫോൺ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് അമ്മമ്മ, ഓക്കെ ആണോ, ഫുഡൊക്കെ കഴിച്ചോ, മരുന്നൊക്കെ കഴിച്ചോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്ത് ചെയ്തു, അതെ. അന്നത്തെ ദിവസം അവർക്ക് അത് മതി. അതെ. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമ്മളെ കൊണ്ട് അത് പറ്റിയില്ലെങ്കിൽ കൂടി നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ആർക്ക് വേണമെങ്കിലും, അമ്മമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, അതെ. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും Yes. ഗ്രാൻഡ് പാരൻസ് ആണ്. സോ അത് കൺസിഡർ ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലേ? തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരു അഡീഷൻ ഉള്ളത്, പെർഫെക്റ്റ് മാച്ച് ഡസൻ എക്സിസ്റ്റ്. അതെ, അതെ. വി ആർ ഇംപെർഫെക്റ്റ് പീപ്പിൾ ലിവിങ് ടുഗെദർ. അതെ. അപ്പം കഴിഞ്ഞ ദിവസം OP-യിൽ വന്നൊരു കപ്പിള് പറയണ്ടായി, എനിക്കും ഇദ്ദേഹത്തിനും യാത്ര ചെയ്യാൻ ഇഷ്ടം എന്ന് പറഞ്ഞാണ് ജീവിതയാത്ര ആരംഭിച്ചത്. പക്ഷെ പിന്നീട് മനസ്സിലായി പുള്ളിക്കാരിക്ക് യാത്രയുടെ ഇടയിലുള്ള സംസാരങ്ങളും കൊച്ചു കൊച്ചു കാര്യങ്ങളുമാണ് ഇഷ്ടം, അല്ലാണ്ട് അതെ. ഡെസ്റ്റിനേഷൻ അല്ല. അതെ അതെ അതെ. പക്ഷെ ഇദ്ദേഹത്തിന് ഇഷ്ടം വേൾഡ് പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഇഷ്ടത്തിൽ തന്നെ രണ്ട് ഡയമെൻഷൻസ് ആണ് നമ്മൾ വളരെ പറയുന്നത്. ഇതൊക്കെ എത്രത്തോളം നമുക്ക് വിവാഹത്തിന് മുമ്പേ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് മുമ്പേ എത്രത്തോളം ചെക്ക് ലിസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം ഉണ്ട് അതെ. അതിനകത്ത്. ബട്ട് ദാറ്റ് ഈസ് എ റിയാലിറ്റി. Okay. കുറച്ചൊക്കെ സിമിലർ തിങ്കിങ് ആയിരിക്കണം, കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് സെയിം ആയിരിക്കണം. ബാക്കി അഡ്ജസ്റ്റിംഗ് ഇസ് എ ബിഗ് തിങ്. അഡ്ജസ്റ്റിംഗ് ഈസ് നോട്ട് ദാറ്റ് വേർഡ് ഇറ്റ് സെൽഫ്. അത് ഭയങ്കര ഒരു ഹൈ ക്വാളിറ്റിയാണ്. അത് വേറെ ആളോട് കാണിക്കുന്ന എമ്പതിയാണ്, വേറെ ആളുടെ ഷൂസിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു രീതിയാണ്, അല്ലാതെ ജസ്റ്റ് ഒരു ഇഗ്നോറിങ് അല്ല. അതിൽ ഈ പറയുന്ന പോലെ എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന പോലെ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വൈഫിനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആ മൊമെൻറ്റ് പോകുന്ന യാത്ര കാറിൽ കയറുന്ന ടൈമിലോ അല്ലെങ്കിൽ ബസ്സിൽ കയറുന്ന സമയം തൊട്ടേ എൻജോയ് ചെയ്യും. പക്ഷേ വൈഫ് ഈ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷനാണ് ആൾക്ക് താല്പര്യമുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ശരിയാവുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഡെസ്റ്റിനേഷനും ഉണ്ട്,
എന്നാൽ യാത്രയുണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് കൈൻഡ് ഓഫ് അതെ അണ്ടർസ്റ്റാൻഡിങ് അഡ്ജസ്റ്റ്മെന്റ് ഓർ വി ക്യാൻ യൂസ് ചെയ്ത അണ്ടർസ്റ്റാൻഡിങ് എന്ന് അണ്ടർസ്റ്റാൻഡിങ് പറയുന്ന ഒരു വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഏതൊരു റിലേഷൻഷിപ്പിൽ ഈഗോ എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിനാണ് പ്രയോറിറ്റി കൂടുതൽ, അല്ലെങ്കിൽ അതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ അതെ അതെ ഉറപ്പായിട്ടും മനസ്സമാധാനം പോകും. സത്യം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുത്തെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോണില്ല. നമുക്ക് പീസ് ഓഫ് മൈൻഡ് കിട്ടും, ഹാപ്പിനെസ് കിട്ടും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല മഴയാണ് അല്ലേ. എനിക്ക് മഴ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഭയങ്കര ഹാപ്പി. കാരണം മഴ കാണും, അത് ചിലർക്ക് അങ്ങനെ ഉണ്ട്, തീർച്ചയായും നേച്ചർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇഷ്ടപ്പെടുന്ന. ഇപ്പോൾ ഈ പറഞ്ഞു വരികയാണെങ്കിൽ ജൂൺ 15 നമ്മുടെ എൻവയോൺമെന്റ് ഡേയും കൂടിയാണ് അതെ വരുന്നത്. അതെ അപ്പം ഞാൻ എന്തായാലും കഴിഞ്ഞ വർഷം ഒരു ചെടി നട്ടിട്ടുണ്ട്, ഈ വർഷവും ഒരു ചെടി നടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ കാരണം തന്നെ ഡോക്ടർ ബിഗ് ബോസിൽ ഇതുപോലൊരു ചെടി അതെ ഭയങ്കര ഞാനൊരു ഇതായതല്ലേ. ചെടി ആക്ച്വലി അമ്മ എന്നാണ് പേരിട്ട. ഞാൻ അതിന് അത്രയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുന്നേ ചെടികൾ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെടികളൊക്കെ നോക്കുന്ന സമയത്തൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ അടുത്തൊന്ന് വെള്ളം ഒഴി മോനെ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ നോക്കത്തില്ല, എനിക്കറിയത്തില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് പോയ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓരോരുത്തർക്കും ഓരോ ചെടി തന്ന സമയത്ത് എൻ്റെ ആ ചെടിയായിരുന്നു ആക്ച്വലി എന്ത് ചെയ്തിരുന്നത്. ഏറ്റവും കൂടുതൽ ചെറിയ ചെടിയാണ്, എല്ലാ ദിവസവും ഒരു 3-4 പൂക്കളുണ്ടാവും. ഞാൻ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തു, അതിന് അമ്മ എന്ന് പേരിട്ടു. അമ്മയുടെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അമ്മയുടെ പേരിട്ട് നല്ല രീതിയിൽ നോക്കിയതാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരാൾ എറിഞ്ഞു പൊട്ടിച്ചു. ഓക്കെ, അത് വിട്, അത് പടർന്ന് ഷോ. പക്ഷേ എന്നിരുന്നാലും ഞാനിപ്പം എൻ്റെ ഈ എൻവയോൺമെന്റ് ഡേയിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചെടി നടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെല്ലാവരും എൻവയോൺമെന്റുമായിട്ട് കണക്ഷൻ ആണ്. അതെ നമുക്ക് തീർച്ചയായിട്ടും എൻവയോൺമെന്റ് ആണ്, വി ആർ പാർട്ട് ഓഫ് ദി എൻവയോൺമെന്റ്. സോ അതുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ നശിപ്പിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനാണ് മാത്രമേ ഉള്ളൂ. അല്ലേ. ബാക്കിയുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. സോ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. ഈ ചീത്തപ്പരെ നമ്മൾ മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഞാനായിട്ട് എന്തായാലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പറ്റുന്ന അത്രയും പേർക്ക് അല്ലേ, എല്ലാവരും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എൻവയോൺമെന്റ് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈവമാണ് നമ്മുടെ എൻവയോൺമെന്റ്, നമുക്ക് എല്ലാം തരുന്നത്, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും എല്ലാ കാര്യങ്ങളും തരുന്നത് എൻവയോൺമെന്റ് ആണ് അല്ലേ. ഈ ശ്വസിക്കാനുള്ള ശ്വാസമാണെങ്കിലും ഭക്ഷിക്കാനുള്ള ഭക്ഷണമാണെങ്കിലും എല്ലാം. സോ അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കൊരു ചേഞ്ച് വന്നു. അപ്പൊ എനിക്ക് ആ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പലർക്കും അത് മാറാം അല്ലെ. നിങ്ങൾക്കും ചിന്തിക്കാനുള്ള സമയമുള്ളൂ, നിങ്ങൾ നടത്തില്ല. ഡോക്ടർ പറയുന്ന കേൾക്കും എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോൾ ഈ പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന സെയിം തോട്ടാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര എന്ത് ഭംഗിയായിട്ടാണ് ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്തു എന്തോ ആയിക്കോട്ടെ, ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നോ ആയിക്കോട്ടെ, പക്ഷെ അത് കഴിക്കുമ്പോൾ ഇത്രയും ഭംഗി, നമ്മളെ ഇത്രയും ഹാപ്പി ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ, മാമ്പഴം ആയിക്കോട്ടെ, നമ്മൾ ശ്വസിക്കുന്ന വായു ആയിക്കോട്ടെ, കാണുന്ന എൻവറോൺമെൻ്റ് ആയിക്കോട്ടെ, പ്രകൃതി, എല്ലാ കാര്യങ്ങളും ഇത്രയും ഉണ്ടായിട്ട് അതിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒരു ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ക്ലൈമറ്റ്, ഇപ്പം മഴ ഡോക്ടർക്ക് ഇഷ്ടമാണെന്ന് പറയാം, എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ ക്ലൈമറ്റ് തന്നെ ഇപ്പോൾ നോർത്തേൺ അല്ലെങ്കിൽ ഈ നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനുണ്ട്. അതിൻ്റെ വിൻ്റർ സീസണിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് വളരെ ഡിപ്രഷൻ കണ്ടീഷൻ കമ്പൗണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കാനഡയിലൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് മലയാളികൾ, അവരൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ വിന്റർ സീസണിലൊക്കെ ഒരുപാട് ഹോം ബൗണ്ട് ആവുന്നു. ഡിപ്രസീവ് സിംറ്റംസ് ആയിട്ട് ഒരുപാട് കോറിലേഷൻ ഉള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ സൈക്കോഫിക് കണ്ടീഷൻസിൽ ഈ പറയുന്ന ചില ക്ലൈമറ്റുകൾ ഇവർക്ക് ട്രിഗറിങ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ കൊടുങ്കാറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാൻഡ് സ്ലൈഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. അപ്പം മഴ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ മഴയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും ഇതിലുള്ള ആളുകൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് ഇതുപോലൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി 16 ഇയേഴ്സ് ഓൾഡ്, വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചു പോയ അന്ന് രാത്രി കുട്ടി ഏറ്റവും കൂടുതൽ കേട്ടത് ഇടിവെട്ടിന്റെ സൗണ്ടാണ്. അതുകൊണ്ട് എപ്പോ അവള് ഇടിവെട്ട് കേൾക്കുമ്പോ അവൾ എന്നോട് പറയും, ലൈക്ക് എല്ലാവരും മഴ ആസ്വദിച്ച് കട്ടൻ ചായ ഒക്കെ ഇട്ട് വന്നിരിക്കുമ്പോ ഞാൻ പുതപ്പിന്റെ അടിയിൽ വിറച്ച് പേടിച്ചിരിക്കുകയാണ്. ആ ഒരു മെമ്മറി ഹിറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് ഒക്കെ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വളരെ കസ്റ്റമൈസ്ഡ് ആയിരിക്കണം ആ വ്യക്തിക്ക് എന്നുള്ളതാണ്. ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്ക് മഴയുടെ സൗണ്ട് ഒക്കെ ചിലപ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കാം, അതിന്റെ ഒച്ചയും ഈ ഇടിവെട്ടിന്റെ ഒച്ചയും. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സൈക്കാട്രിയിലൊക്കെ വന്ന് അഡ്മിറ്റ് ആയി പോകുന്നവരോട് ബന്ധുക്കൾ വന്ന് പറയണ കേൾക്കാം, ഇനിയോട്ട് എല്ലാവരോടും സംസാരിച്ചോളാം. ഇപ്പൊ ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് there is a definite number of hours that he must talk in a week. സോഷ്യലൈസ് ചെയ്യുന്നതിന് ഒരു നിശ്ചിത ഒരു മണിക്കൂറുകളുണ്ട്. അതിൽ വിട്ട് ചെയ്താൽ ഇറ്റ് വിൽ നോട്ട് ബെനിഫിറ്റ് ഹിം. അപ്പൊ നമ്മൾ വളരെ കസ്റ്റമൈസ്ഡ് ആവണം, ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിരിക്കണം, സയന്റിഫിക് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. പിന്നെ ആക്ച്വലി മെന്റൽ ഹെൽത്ത് വേണം അല്ലെങ്കിൽ കൗൺസിലിംഗ് വേണമെന്ന്
ആവശ്യപ്പെടുന്ന പലരും ഓക്കെ. ചെറുതായിട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്. യെസ്. അതെ അത് പറയാറുണ്ട്. ഞാൻ അതെ, അതെ. ചിലതിൻ്റെയൊക്കെ താഴെ കമൻറ്റ്സ് തീർച്ചയായും. എക്സ്പെൻസീവ് ആണ്, യെസ്. നമ്മളോട് പറ്റത്തില്ല. കാരണം ഒരു കൗൺസിലിംഗ് ചിലപ്പോൾ പറ്റത്തില്ല. 2, 3 ഒക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം ചിലപ്പോൾ അവർക്കത് അഫോർഡ് അനുവദിക്കത്തില്ല. ചെയ്യാൻ സോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. പറ്റത്തില്ല. സോ എൻ്റെ ഒരു ഇതിൽ ലൈക്ക് അതിനെപ്പറ്റി എന്താണ് ഇത് നിങ്ങൾക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു സർജൻ. ഉം. ഓക്കെ, ഒരു സർജൻ എങ്ങനെയായിരിക്കും സർജറി ചെയ്യുക? ഉം. ഇറ്റ് വിൽ ടേക്ക് ടൈം. Yeah. ഓരോ കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഉം. ഒരു സാധാരണ ഒരു MBBS ഡോക്ടേഴ്സോ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ ഒക്കെ ആയിരിക്കും മാക്സിമം കൺസൾട്ട് ചെയ്യുന്നത്. അതെ. ഒരു ഡോക്ടർക്ക് മേ ബി ഏകദേശം ഒരു 20 പേഷ്യൻസ് അല്ലെങ്കിൽ മേ ബി 100 പേഷ്യൻസിനെയൊക്കെ ഒരു ദിവസം ഉം. കൺസൾട്ട് ചെയ്യാം. അവിടെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വരുമാനം കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിൽ അതല്ല. ഒരു വ്യക്തിയെ അഡ്രസ് ചെയ്യാൻ മിനിമം 1 അവർ, ഒരു 45 മിനിറ്റ്സ് സിസ്റ്റമാറ്റിക്കലി നമുക്ക് മിനിമം 45 മിനിറ്റ്സ് എങ്കിലും ടൈം വേണം. എടുക്കും. അതെ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഒരു മെൻ്റൽ ഹെൽത്ത് ഓഫ് കൺസൾട്ടൻറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഉം. നമ്മൾ ആ വ്യക്തിയെ കേൾക്കാൻ നമ്മൾ ഫ്രഷ് മൈൻഡോട് കൂടി ഒരു തീർച്ചയായും. തരത്തിലും ജഡ്ജ്മെൻ്റ് ഇല്ലാതിരിക്കണം. അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതെ. ഉം. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും സമയം നമ്മൾ അവർക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം നമുക്കൊരു 3 പേഷ്യൻസ് 4 പേഷ്യൻസിനെ ആയിരിക്കും പെർ ഡേ കാണാൻ പറ്റുള്ളൂ. അതെ. ഓക്കെ, കാരണം ഒരു ഈ എക്സ്പെൻസീവിൻ്റെ കാര്യം, ഈ അവൈലബിലിറ്റിയുടെയും ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് എല്ലാം കൂടെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഒരു വൺ ഓഫ് ദി വെർട്ടിക്കൽ അതെ ആയിട്ടുള്ള അതെ ഹെൽത്തി മൈൻഡ് വരുന്നത്. അതെ അതെ നമ്മുടെ വെൽമൗണ്ടിൽ കാരണം അതിന് വലിയ പ്രാധാന്യം യെസ് കൊടുക്കുന്നത് യെസ്. മനസ്സിലായില്ല. കാരണം മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളും ഒരു പോസിറ്റീവ്നെസ്സും എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റും. സോ അതിന് എനിക്ക് തോന്നുന്നു Yeah. ഫൈസ അത് അതെ, നമ്മളവിടെ നമ്മുടെ ഒരു വേർട്ടിക്കൽ തന്നെ മെയിൻലി ഹെൽത്തി മൈൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ് ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലോകത്ത് എവിടെ പോയാലും നമുക്ക് എളുപ്പത്തിൽ മെന്റൽ ഹെൽത്ത് ആക്സസ് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഒരു വേറെ സെഗ്മെന്റ് ആണ് സോഷ്യൽ കണക്റ്റഡ്നെസ്. യെസ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ യെസ്. നമുക്ക് ഒരുപാട് വണ്ടേഴ്സ് ഉണ്ടാക്കാൻ അതെ പറ്റും. അതെ അതെ That's it. കാരണം നമ്മുടെ ഉദ്ദേശം, നമ്മുടെ ഇന്റൻഷൻ നല്ലതിന് വേണ്ടിയുള്ളതാണ്. അതെ സോ അതെ ഒരു ഒത്തുപിടിച്ചാൽ മലയും പോരും. അതെ അതെ. തീർച്ചയായിട്ടും ഇപ്പോൾ കറക്റ്റ് തന്നെ ഞാൻ പറഞ്ഞത്. തീർച്ചയായും അത് അതെ കറക്റ്റാണ്. അതെ കാരണം അല്ല, ഈ ഒരു സമയത്ത് ഇത് പറയാമെന്ന് അറിയാം. നമ്മളെപ്പോഴും മറ്റേ ഒരു കുറച്ചും കൂടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് നമ്മൾ എപ്പോഴും നിൽക്കുക. ഇപ്പോൾ അതെ. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ആരെങ്കിലും ബാർഗെയിൻ ചെയ്യോ? ഇല്ല. ഒരിക്കലും ഇല്ല. നമ്മൾ ഉം. ആ ഒരു സ്റ്റാറ്റസിൽ തന്നെ നിൽക്കാനായിട്ട് ഉം. ശ്രമിക്കും. അതെ ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കറക്റ്റായിട്ട് മെൻ്റൽ ഹെൽത്തിന് ഇതായിക്കോട്ടെ GP ജനറൽ ഉം. പ്രാക്ടീഷണർ അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടേ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ എക്സാക്ട്ലി. പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ ഇത്ര മണിക്കൂർ 45 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും കൺസൾട്ടൻറ്റ് പറയും ടൈമായി, ഇഫ് യു നീഡ് യു ഹാവ് ടു പേ ദിസ് എക്സ്ട്രാ. ഇത്രയും എക്സ്ട്രാ എന്നുള്ള ആക്ച്വലി രീതിയിൽ പറയും. എന്താണെന്നറിയോ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിപ്പം ആദ്യമായിട്ടാണ് നമ്മളൊരു യൂട്യൂബ് യെസ്, ചാനൽ, അതെ അവർക്ക് ഫ്രീ ആയിട്ട് ഒരു 1.5 മണിക്കൂറത്തെ ഒരു കൗൺസിലിംഗ് സെക്ഷനാണ് നമ്മളിപ്പോൾ അതെ അതെ കൊടുത്തിരിക്കുന്നത്. സത്യമല്ലേ? തീർച്ചയായും തീർച്ചയായും ഇത്രയും ഒരു അവയർനെസ് ഇറ്റ്സ് എന്ന് ബിഗ് പറയുന്നത് ഡീൽ, അതെ. ഇത്രയും ബിഗ് ഡീൽ. ഒരു എന്താ പറയുക ഇത്രയും മണിക്കൂറിനുള്ളിൽ തന്നെ റാൻഡം ടോപ്പിക്സ് ഒരുവിധം Yeah. മെൻ്റൽ ഹെൽത്തിലുള്ള എല്ലാവിധ ഇതെല്ലാവരും ടോപ്പിക്കുകളും കണക്ട് ചെയ്യാൻ നമ്മൾ പറ്റും. കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബേസിക്കലി ഒരു പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റോ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ഒരു 45 മിനിറ്റ്സിനല്ല ശരിക്കും പേ ചെയ്യുന്നത്, അവരുടെ ആ, എക്സ്പേർട്ടീസിനാണ്. യെസ് അതെ അത് അതെ ഇത് ഇപ്പോൾ ഒരു MBBS ഡോക്ടർ ഒരു MBBS കഴിഞ്ഞ് സൈക്കാട്രി എടുത്ത് ഏകദേശം പഠനം തന്നെ ഒരു 8 വർഷമാണ്. അതെ അതെ അതുപോലെ തന്നെ തീർച്ചയായിട്ടും. സൈക്കോളജിസ്റ്റിനും ഒരു 7 BSc വർഷമാണ് 7 വർഷം MSc എല്ലാം കഴിഞ്ഞ് എത്തുന്ന സൈക്കോളജിസ്റ്റ്. അപ്പം ആ എക്സ്പേർട്ടീസും അവരുടെ ആ ക്ലിനിക്കൽ ജഡ്ജ്മെൻറ്റിനുമാണ് നമ്മൾ പേ ചെയ്യുന്നത് കറക്റ്റ് എന്നുള്ളത്. കറക്റ്റ് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിങ്ങൾ ഇത്രയും വലിയ സർവീസ് ചെയ്യുന്നത് ഇറ്റ്സ് ബിഗ് ഡീൽ. അതെ 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 അല്ല, മെന്റൽ ഹെൽത്തിന് വേണ്ടി ഉം. കുറച്ച് എക്സ്പെൻസീവായിട്ട് കാശ് മുടക്കിയാലും കുഴപ്പമില്ല. കുഴപ്പമില്ല. കാരണം അതെ അതെ 2000 രൂപ മുടക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 20 ലക്ഷത്തിന് രൂപ വരെ ലാഭം കിട്ടും. അതെ അല്ലേ? അതെ 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 തീർച്ചയായും. മൈൻഡ് ഇനി കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ അതെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും എല്ലാം അതെ കറക്റ്റ് ആവും. ഇനി ഇതിൻ്റെ കൂടെ അഡീഷണൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം ഇപ്പം കൗൺസിലിംഗ് ഒക്കെ ഇരിക്കട്ടെ, മെഡിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ മെഡിക്കേഷൻ തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീർച്ചയായും. കാര്യമാണ്. ഞങ്ങൾ പലപ്പോഴും സാർ മരുന്ന് കഴിച്ചാൽ എങ്ങനെയാണ് പ്രശ്നം, അതെ സൈക്കട്രിക് മെഡിസിൻ എടുക്കാൻ ഭയങ്കര അത് ബുദ്ധിമുട്ടാണ്. ഞാൻ മാത്രല്ല പറയും നിങ്ങൾക്ക് ഒരു മനസമാധാനം ഉണ്ടാവുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് എല്ലാ കാര്യവും ചെയ്യാൻ പീസ് ഓഫ് മൈൻഡ് കിട്ടുമെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഇപ്പം എന്താ തെറ്റ്? അത് ആ. ഇത് മാത്രല്ല ചില ആൾക്കാർ നമ്മൾ സൈക്കോളജിസ്റ്റുകാരെ കാണുമ്പോൾ അവരൊരു ജോത്സ്യനെയൊക്കെ പോലെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. Yes. പെട്ടെന്ന് അതെ ഇൻസ്റ്റന്റ് പെട്ടെന്ന് റെമഡീസ്. സ്പീഡി റിസൾട്ട് അതെ വേണം. ഈ അതെ. മരുന്നിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ. പലപ്പോഴും സോഷ്യൽ മീഡിയ മൂവീസ് ഉം. കുറച്ചൊക്കെ ഒരു പേഷ്യൻ്റ് ആൾക്കാരുടെ മനസ്സിലൊരു ഒരു ഫിയർ അതെ ഇടുന്നുണ്ട്. അതെ ഇൻഡ്യൂസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പൾമനോളജിസ്റ്റ് എന്നോട് സംസാരിക്കുകയായിരുന്നു. ആസ്മയുടെ ബെസ്റ്റ് മെഡിസിൻ സ്റ്റിറോയിഡ് വയ നമ്മൾ ഇൻഹേലറായിട്ട് യൂസ് ഇൻഹേലർ. ചെയ്യുന്നതാണ്. പക്ഷേ സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തോ ഒരു ഭയങ്കര ഒരു തെറ്റിദ്ധാരണ. അതുപോലെ തന്നെ ഇപ്പോൾ ചില സൈക്കാട്രി മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട്. സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇറ്റ്സ് അത് എ വെരി പറയുമ്പോൾ ഈസി സൊല്യൂഷൻ. സാർ അതെ അത് അതെ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഒരു കാര്യത്തെ പറ്റി ആൾക്കാർക്ക് അറിയില്ല. അത് ഇപ്പോഴും സ്റ്റിഗ്മയായിട്ട് ഭയങ്കര നിലനിൽക്കുന്നുണ്ട്. സ്റ്റിഗ്മയാണത്. ഞാൻ വേറെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം. എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ, ആർക്കെങ്കിലും വിഷമോ ഡിപ്രഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് മേടിച്ച് കഴിക്കുക, Yes. ഉറങ്ങുക. ഏറ്റവും വലിയ തെറ്റാ. ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. ഞാൻ മരുന്നിന്റെ പേര് പറയുന്നില്ല, കാരണം അത് Yes, പറഞ്ഞു അതെ കഴിഞ്ഞാൽ അതെ അത് തീർച്ചയായും വരും. മേടിക്കാൻ ശ്രമിക്കും. കാരണം അതിനെപ്പറ്റി എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? കാരണം അതൊരു ഞാൻ ഏറ്റവും വലിയൊരു
ഒരു ആ, എക്സാമ്പിൾ ആ. ഞാൻ പറയാം. ഇപ്പോൾ ഈ അടുത്തൊരു പാനിക് അറ്റാക്സ് ആയിട്ടൊരു പേഷ്യന്റ് വന്നു. ഉം. ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കണ്ടു എന്ന് പറയുന്നില്ല. അവർ കഴിക്കുന്നത് ഒരിക്കലും ആ അസുഖത്തിന്റെ ക്യൂർ ആയിട്ടുള്ളൊരു മെഡിസിൻ അല്ല. ഉം. അവർ കഴിക്കുന്നത് അതിനെ തൽക്കാലത്തേക്ക് ഒന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു മെഡിസിൻ മാത്രമാണ്. ദർ യു നീഡ് എക്സ്പേർട്ടീസ്. ഉം. നമുക്ക് അതിനെ ഒരു ഡിപ്പെൻഡൻസ് വരാത്ത തരം മെഡിസിൻസ് കഴിച്ച് എങ്ങനെ ഉം. ബുദ്ധിമുട്ട് മാറ്റിക്കൊണ്ടുവരാം. ചില സാഹചര്യങ്ങളിൽ അക്യൂട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ നമുക്ക് ചില മെഡിസിൻസ് ഉപയോഗിക്കേണ്ടി വരും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇൻ എ ലോങ് റൺ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു, അതിന് നിങ്ങൾ എക്സ്പേർട്സിനെ തന്നെ കാണണം. അതുപോലെ ഒരു തന്നെ ചില ആൾക്കാർക്ക് കൗൺസിലിംഗ് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഏൽക്കുന്നില്ല. നമ്മൾ എത്ര സെഷൻസ് എടുത്ത് എത്ര തെറപ്പി എടുത്താലും അവർക്കൊരു ചേഞ്ച് കാണുന്നില്ല എന്നുള്ളൊരു മൊമെന്റ് അതെ, വരുവാണെങ്കിൽ ഇതൊരു വൺ മാൻ ഷോ അല്ല. അതെ ഇറ്റ്സ് എ അതെ ടീം തീർച്ചയായും എഫേർട്ട്. it's a team work. ടീമാണ് എൻ്റെ ഹോസ്പിറ്റൽ പീസ് വാലിയിൽ നമുക്ക് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, സോഷ്യൽ സോഷ്യൽ വർക്കേഴ്സ്, വർക്കർ പിന്നെ നഴ്സിംഗ് ടീം, കെയർ ടേക്കേഴ്സ് എല്ലാവരും കൂടി Yes. ചേരുമ്പോഴാണ് സക്സസ് സക്സസ് ഉണ്ടാവുന്നത്. വരുന്നത്. അതെ അതെ അതെ. പിന്നെ ഇതിനകത്ത് നമ്മൾ എപ്പോഴും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇതിനകത്ത് നമ്മളൊരു മാറ്റം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു കമ്പൽഷൻ നമുക്കുണ്ടെങ്കിൽ അതെ അതെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും. ഉം. ഓക്കെ, റെസ്പോൺസിബിലിറ്റി എപ്പോഴും പേഷ്യൻറ്റിന് തന്നെ കൊടുക്കണം. തന്നെയാണ്. നമ്മളതിനകത്ത് ഞാനെപ്പോഴും പറയുന്നത് ഞാൻ ടോർച്ച് അടിച്ചു തരുന്ന ഒരാളാണ്. അതെ അതെ മാക്സിമം ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിൽ തരും. ഉം. യു ആർ ദ ഡിസിഷൻ മേക്കർ. പിന്നെ പാത്തോളജി ഉണ്ടോന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഉം. പാത്തോളജിയിൽ ഇരുന്നിട്ട് നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടും അതിൽ മെഡിക്കൽ മാനേജ്മെൻറ്റും റീഹാബിലിറ്റേഷനും ബാക്കി ഒരു ടീം വർക്ക് ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിനകത്ത് പോകേണ്ടി വരും. അതെ പിന്നെ കൗൺസിലിംഗ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പം ഉം. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകളിലൊക്കെ ഡിപ്പെൻഡൻസി ഭയങ്കര കൗൺസിലിംഗ് ഡിപ്പെൻഡൻസി കൂടുതലാണ് ഭയങ്കര കൂടുതൽ. അപ്പോൾ കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ആസ് എ ചെയ്യണം തെറപ്പിസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ആവശ്യം ഉണ്ടാവണം. വെക്കണം. യെസ്. പിന്നെ അതുപോലെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാം. റെഫർ നമ്മൾക്ക് ചെയ്യണം. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വി ഷുഡ് റെഫർ. അതെ അതെ അപ്പോൾ നമ്മുടെ ജൂൺ 5 അതെ എൻവിറോൺമെൻറ്റ് ജൂൺ ഡേ എൻഡ് ആണ്. എൻവയോൺമെന്റ് ഡേ ഓക്കെ, ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ എല്ലാവർക്കും യെസ്, ചെറിയൊരു ഇനീഷ്യേറ്റീവ്നെസ് പോലെ അതെ അല്ല, ഒരു എൻവയോൺമെന്റ് നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതെ തിരിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളൊരു നമ്മളും തിരിച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡ്. കാര്യം ചെയ്യും. നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്. അതെ 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 അല്ല, സോ നമ്മളിപ്പോൾ സംസാരിച്ചത് എമ്പതിയും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെയല്ലേ. അതൊക്കെ അതെ അതെ തന്നെയാണ് എൻവയോൺമെന്റ് ചെയ്യുന്നത്. അതെ ഇറ്റ് ടേക്സ് വാട്ടർ, ഉം. ഉം. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ എവറിത്തിങ്. നമുക്ക് മാത്രമല്ല, അത് നട്ട ആൾക്ക് മാത്രമല്ല, അതെ. ഉം. പക്ഷികൾക്ക്, ഉം, ഉം, ഉം. എല്ലാത്തിനും, എല്ലാ രീതിയിലും ഇറ്റ്സ് പ്രൊവൈഡിങ് അതെ അതെ ഫോർ നമ്മളെ എവറിത്തിങ്. ഫ്യൂച്ചർ ജനറേഷന് പോലും അതെ അതെ അത് അതെ അതെ. അതെ വളർന്നൊരു മരമായി. അതെ അതെ. യെസ്. നമ്മൾ ഉം. പേരൻസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പിള്ളേർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാണ്. കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, സ്വർണ്ണം ഉണ്ടാക്കുന്നു. ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് എൻവയോൺമെന്റ് തന്നെയാണ്. നമ്മൾ തീർച്ചയായും. അതിലൊട്ടും പാരന്റ്സും ആണെങ്കിലും നമ്മളാണെങ്കിലും അല്ല, ആരാണെങ്കിലും മണി മാറ്റേഴ്സ്, പക്ഷെ അതിന്റെ കൂടെ ഈക്വലി ഇതും ചെയ്യണം. ഇതും ഇതും കൂടി ചെയ്യണം. ചെയ്യണം. കാരണം അതിന്റെ അല്ലെങ്കിൽ കൂടെ കാശില്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒന്നും നടക്കില്ല. മാനേജ്മെൻറ്റും ആവശ്യം കാശും തന്നെയാണ്. വേണം, അതെ ആ, ഇതും അതെ വേണം. അതെ. പക്ഷേ എഡ്യൂക്കേഷൻ ആൻഡ് സപ്പോർട്ട്. അത് സപ്പോർട്ട്. തന്നെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒന്ന് നമ്മുടെ സിസ്റ്റത്തിനെ പറ്റി അവൈലബിലിറ്റി എന്തൊക്കെ റിസോഴ്സ് ഉണ്ടെന്നുള്ളൊരു കാര്യം കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരു മെൻ്റൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ഗവൺമെൻറ് മെൻ്റൽ ഹെൽത്തിന് ഇനിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. സ്റ്റിഗ്മ ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം സൈക്കോളജിസ്റ്റുകൾ റിയൽ സൈക്കോളജിസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ആ പറയുന്ന പോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് RCAയുടെ റെക്കഗ്നിഷൻ കാര്യങ്ങളുണ്ട്. RCA എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അതെ പക്ഷേ ബാക്കിയുള്ള സൈക്കോളജിസ്റ്റ് ഇപ്പോഴാണ് മെൻ്റൽ ഹെൽത്ത് ബില്ലിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് അലൈഡ് പ്രൊഫഷണൽസ് എന്നുള്ള രീതിയിൽ ഒരു രജിസ്ട്രേഷൻ വന്ന് തുടങ്ങിയിട്ടുള്ളത്. അതെ ഉം. ഇപ്പോഴും ഒരു എന്താ പറയുക എത്തിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഉം. അതെ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ വ്യാജന്മാരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. കാരണം അതെ ഒറിജിനൽ ആരാണെന്ന് അറിയില്ല, ആ, പിന്നല്ലേ വ്യാജന്മാരെ കണ്ടുപിടിക്കുന്നത്. അതെ obviously. ഓക്കെ, അപ്പോൾ അതിനകത്തൊരു റെഗുലേഷൻ ശരിക്കും നമ്മളുടെ ഗവൺമെൻറ് കൊണ്ടുവരേണ്ടതാണ്. സത്യം. കഴിഞ്ഞ ദിവസം കുറച്ച് MBBS സ്റ്റുഡൻസിനോട് ഉം. സംസാരിച്ചപ്പോൾ അവർ ചോദിക്കേണ്ടായി, സർ, സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? We have a long way to go. യാ As a community, പിന്നെ അത് as medical മാത്രമല്ല professionals also, we have a long way to go. പിന്നെ അത് മാത്രമല്ല നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റാന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്നാ എന്റെ മുഖം നോക്കി ഒന്ന് പറയോ, അതെ, അല്ലെങ്കിൽ മനസ്സ് വായിക്കൂ. എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറയോ. ഈ ഭ്രാന്ത് അതെ, എന്നുള്ള വാക്ക്, ഭ്രാന്തെന്നുള്ള ആ വാക്ക്. അതെ, വാക്ക് സൊസൈറ്റിയിൽ നിന്ന് ബാൻ ചെയ്യേണ്ട കാര്യം. സത്യം ഇപ്പം നമ്മളൊരു സത്യമായിട്ടും. ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ മെഡിക്കൽ അസുഖം ഉണ്ടോ എന്നല്ലല്ലോ അതെ ചോദിക്കുക, അതെ ന്യൂമോണിയ ഉണ്ടോ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടില്ല. അതെ നമുക്ക് അതെ കുറച്ചും കൂടി അവയർനെസ്സിലേക്ക് ഉം. വരണം. വരണം, ഇപ്പം അതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും. എനിക്കൊരു പക്ഷേ ബൈപ്പോളാർ എന്ന് പറഞ്ഞ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ ഉം. സ്കിസോഫ്രീനിയ ആയിരിക്കാം, ഉം. ആങ്സൈറ്റി ആയിരിക്കാം, അതെ പേഴ്സണാലിറ്റി പ്രശ്നമായിരിക്കാം. അതെ Yes. ചില വാക്കുകളൊക്കെ എടുത്ത് കളയേണ്ട അതെ അതെ. സമയമായി. സത്യം. അത് കളയണോ അതെയോ അതിനെ ഉൾക്കൊള്ളണോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ക്യാൻസർ പറയുന്നതിന് പ്രശ്നമില്ല, കാർഡിയാക് ഇഷ്യൂസ് പറയുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, കൈൻഡ് ഓഫ് ഡിമെൻഷ്യ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു കേസ്, അൽഷിമേഴ്സ് എന്ന് പറയുന്ന കേസ്, പാരനോയിക് ഇഷ്യൂസ്, ഇതൊക്കെ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ്, അതൊരു പ്രോബ്ലം അല്ല. ഇറ്റ്സ് എ സിറ്റുവേഷൻ, ഇതൊരു അവസ്ഥയാണെന്ന് ആ അവസ്ഥ മനസ്സിലാക്കുന്നതിലേക്ക് ആക്ച്വലി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് മനസ്സുണ്ടാവണം. വേണം.
അത് പിന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈസിയാ. അതെ, അതെ. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഐ എം നോട്ട് ഓക്കെ, ഐ നീഡ് ഹെൽപ്പ്. അതെ കുറെ പേര് ഇപ്പൊ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പണ്ടത്തെ പോലെയല്ല, സ്റ്റിഗ്മ കുറഞ്ഞു ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കുറഞ്ഞു സ്റ്റിഗ്മ. സ്റ്റിഗ്മ കുറഞ്ഞു വരുന്നുണ്ട്. അതെ പക്ഷെ അയിത്തം കുറയുണ്ടോ എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും എനിക്ക് കുറച്ചും തോന്നിയിട്ടുണ്ട് കൂടി ഇത് വെച്ചിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് യൂസും ചെയ്യുന്നുണ്ട്. അതാ പറയുന്നത്. ആ. ഇത് ആ ഈ ഒരു വ്യക്തിക്കെതിരെ Against സ്റ്റിഗ്മയെ it. ഇപ്പൊ എനിക്കൊരു ഡിസോർഡർ ആണെന്നുള്ളൊരു പേരില് ഞാനിതാണല്ലോ, Yes. അപ്പൊ പിന്നെ എനിക്കിനി മാറാൻ പറ്റില്ലല്ലോ, അതെ. അങ്ങനെയും കുറെ ആൾക്കാർ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ അയിത്തം എന്ന് പറയുന്ന ഒരു സംഗതി സ്റ്റിഗ്മയിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യസ്തമാണ്. ഉം. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും അതിലോട്ട് പോയാൽ ഉള്ള ഭവിഷ്യത്തുകൾ ആലോചിച്ച് മാറി നിൽക്കുന്നു അതെ. അതെ. എന്നുള്ളതാണ്. ഉം. പക്ഷേ ഇന്ന് ഇന്നത്തെ സൊസൈറ്റി ഒരുപാട് അതിൽ നിന്ന് വിട്ടു പോന്നിരിക്കുന്നു, മറികടന്നിരിക്കുന്നു. വലിയ വിഷയങ്ങൾ നമ്മളിപ്പോൾ കാണുന്നില്ല. പക്ഷെ ഒരു അസുഖം ഉള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്താനുള്ള ടെൻഡൻസികൾ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ശ്രമിക്കുന്നത്. നേരത്തെ മേഡം പറഞ്ഞ പോലെ തന്നെ ഈ പ്രോബ്ലം ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിൽ അവരത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. അതെ. കാരണം ഇപ്പോൾ ഒരുപാട് അവയർനെസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ച് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു കൽക്കട്ട, ബോംബെ, കേരള, അതും കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള സെർച്ചുകൾ ലാസ്റ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ആൻസൈറ്റിയാണ്, എനിക്ക് ഡിപ്രഷനാണ്, പ്രശ്നമാണ്. മേ ബി ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇത് വല്ലാതെ എക്സാജറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് ഡിപ്രഷൻ, എന്താണ് ആങ്സൈറ്റി, ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഏത് സിറ്റുവേഷനിൽ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്ന് പറയുന്നതും ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പലരും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതെ. എനിക്ക് ഇന്ന അസുഖമാണോ, അസുഖമാണോ? ഇതാണോ, ഇതൊക്കെ എന്റെ സിംറ്റം, ഓ അപ്പൊ എനിക്ക് അസുഖമായി തീർന്നു. ഈ ഇത് ആ. നിങ്ങളുടെ പീസ് വാലിയിൽ ഫഹദ് വന്ന് പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ADHD ഉണ്ടെന്ന്? അന്ന് ഏ- അങ്ങനെ ഒരു 2-3 വീക്സോളം നമ്മളുടെ yes. ക്ലിനിക്കിൽ നോൺ സ്റ്റോപ്പ് കോൾസ് ആണ്. ഉം, ഉം. എന്റെ കുട്ടിക്ക് ADHD ഉണ്ട്, Yes. എന്റെ ഭർത്താവിന് ADHD ഉണ്ട്. ADHD is one of the most misused words. അതെ. അതെ, അതെ, അതെ. അതായത് ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു ഇച്ചിരി ദേഷ്യക്കൂടുതലുണ്ട്, ADHD ആണ്, അല്ലെങ്കിൽ ഇച്ചിരി ശ്രദ്ധ കുറവുണ്ട്. Parents wants to label their child, the child is having some mental health problem. അഡൽട്ട് ബ്രെയിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു ബ്രെയിനാണ് ഒരു ഉം. കുട്ടിയുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. അതെ. അവിടെയുള്ള ഒരേ ഒരു കുഴപ്പമില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ MRI എടുത്ത ഞാൻ അല്ല അവിടെ എനിക്ക് അറിഞ്ഞൂടാ എന്തിനാ അതെ. പോയെന്ന്. മാർക്ക് കുറവാ, അതെ. അച്ഛന് എന്തോ പ്രശ്നമുണ്ട്, ന്യൂറോസിന് പോയി MRI എടുത്തേ പറ്റൂ, അതെ. എടുത്ത് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. ഉം. അത് ഞാൻ Okay. പറഞ്ഞതാ, ലൈക്ക് ഉം. പ്രോപ്പറായിട്ട് നമ്മൾ അതിനെ പറ്റി ഒരു അവയർനെസ് ഇല്ല. Yes. ലൈക്ക് അങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യം പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഉം. പക്ഷെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ചത് അത് ഈ MRI ഞാൻ 12th പറഞ്ഞപ്പോഴാണ് പഠിക്കുമ്പോഴാണ് ഉം. സംഭവിച്ചത്. നമ്മൾ പേഷ്യൻസിന് ഇച്ചിരി അറ്റിപ്പിക്കൽ സിംറ്റംസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ, ഉം. അല്ലെങ്കിൽ യൂഷ്വലി പോലും പലപ്പോഴും നമ്മൾ MRI പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അതെ. പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് നീഡഡ്. അതെ, അതെ. അതായത് ഇപ്പോൾ സപ്പോസ് ഇഫ് യു ഹാവ് എ ക്യാൻസർ ഇൻ യുവർ ബ്രെയിൻ, ഓർ ഇഫ് ദർ ഇസ് എ ട്യൂമർ, ഉം. ഓർ ഇഫ് ദർ ഇസ് എ പിറ്റ്യൂട്ടറി ഇഷ്യൂ, ഉം. ഏതെങ്കിലും ഹോർമോണൽ ഇഷ്യൂ, ഉം. യു നീഡ് എൻ MRI ടു ഫൈൻഡ് ദ എക്സാക്ട് റീസൺ. നമ്മൾ അത് മനസ്സിലാക്കാണ്ട് ചുമ്മാ സിംറ്റംസ് മാത്രം ട്രീറ്റ് ചെയ്തിട്ടും കാര്യമില്ല. സോ നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ എടുക്കണം. അതെ, അതെ. എല്ലാവരും നിങ്ങളെ ലൂട്ട് ചെയ്യാനല്ല ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ഇപ്പം ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് വളരെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ന്യൂറോളജി, ന്യൂറോ സൈക്കോളജി, അതെ. ന്യൂറോ സൈക്കാട്രി എന്നൊക്കെ പറയുന്നത്. ഡോക്ടർക്ക് എന്താണ് അതിനകത്തുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ? ഇപ്പം ന്യൂറാ ലിങ്ക് എന്ന് പറയുന്ന ഇലോൺ മാസ്കിന്റെ ന്യൂറാ ലിങ്ക് വരെ അനൗൺസ് ചെയ്തിരിക്കുന്നു. ആക്ച്വലി ഫസ്റ്റ് EEG എന്ന് പറയും, നമ്മൾ ഈ സീഷർ ഡിസോർഡറിൽ ഫസ്റ്റ് EEG കണ്ടുപിടിച്ച ഒരു സൈക്കാട്രിസ്റ്റാണ്, EEG മെഷീൻ. അപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സുമായിട്ട് നമ്മുടെ പേഷ്യൻസ് പലരും ഡെല്യൂഷൻസ് ഒക്കെ ഉള്ളവരെ തലയിൽ ചിപ്പ് ഉണ്ടെന്നൊക്കെ സംശയിച്ച് അപ്പോൾ അതൊക്കെ റിയൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളും അതിനൊപ്പം ഓടാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പിന്നെ ഡിമെൻഷ്യയുടെ ഒരു കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ പേരൻസിനെ, ഗ്രാൻഡ് പേരൻസ്, നമ്മുടെ വീട്ടിലുള്ള വയസ്സായവരെ വളരെയധികം കൺസേൺ ചെയ്യണം. പലരും വന്ന് പറയുന്ന അച്ഛൻ ഭയങ്കര ഇറിറ്റബിളാണ്, ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ മെമ്മറി ഇഷ്യൂസ് പലപ്പോഴും അഡ്രസ് ചെയ്യില്ല. കാരണം എന്താ, ലോങ് ടൈം മെമ്മറി എപ്പോഴും ഉണ്ടായിരിക്കും പേരൻസിൽ. അപ്പോൾ ഷോർട്ട് ടൈം മെമ്മറി ആയിരിക്കും, റീസെൻറ്റ് മെമ്മറീസ് ആയിരിക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് അവർ തിരിച്ചറിയില്ല. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കായിരിക്കും ഡിമെൻഷ്യയുടെ ഇത്രയും കണ്ടീഷൻ വോസ്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന പോലെ ഓൾഡ് ഏജ് കെയറോ അല്ലെങ്കിൽ വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെയുള്ള സിസ്റ്റം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഇപ്പൊ എന്റെയൊക്കെ വീട്ടിൽ എന്റെ അമ്മ പറയും, എനിക്കൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ വിൽ ബി വെരി ഹാപ്പി എന്റെ കമ്മ്യൂണിറ്റിയിൽ എന്നെ കൊണ്ട് ജോയിൻ ചെയ്ത്. പക്ഷെ ആൾക്കാർ അതിനെ വളരെ റോങ് സെൻസിലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് എന്തൊരു മോശം കാര്യം പോലെയൊക്കെ പലരും എടുക്കുന്നുണ്ട്. അതായത് ഒരാൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് വരുമ്പോൾ ആളുടെ സെൽഫ് റെസ്പെക്റ്റിനെ
കീപ്പ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ ശ്രമിക്കുന്നത്. അതെ അല്ലാണ്ട് അതെ മരുന്ന് കൊടുത്ത് തളർത്താനൊന്നുമല്ല. അതെ അതെ. അതെ സത്യം. പലപ്പോഴും ഈ ഓൾഡ് ഏജ് ഹോംസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മുടെ വെൽമൗണ്ടിന്റെ ടീം ആക്ച്വലി ഉം. കുറച്ച് ഓൾഡ് ഏജ് ഹോംസിലെല്ലാം ഇനി തൊട്ട് പോയി അവരോട് ഓക്കെ. സംസാരിച്ച് യെസ്. കുറച്ച് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള പ്ലാൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ അവർക്കൊരു ആശ്വാസമാവും. കാരണം തീർച്ചയായും. അവർക്ക് നോക്കുമ്പോൾ അവരുടെ പേരക്കുട്ടികളെ പോലെ കുറച്ച് പേര് വന്ന് കറക്റ്റ്. സംസാരിക്കുന്നു. അത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്ത് ചെയ്യാനുള്ള കുറേ പ്ലാൻസ് ഉണ്ട്. അത് വഴിയേ ഇനി അടുത്തടുത്ത അതെ പോഡ്കാസ്റ്റിൽ അതെ. നമ്മൾ പറയുന്നതായിരിക്കും അതെ അല്ലേ. സോ അതെ ആക്ച്വലി നമ്മൾ ഇത്രയും സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിലാണ് അതെ നമ്മൾ ഈ അതെ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായും. അപ്പം ഇതിന് താഴെ ഇനി എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളെല്ലാം സജഷൻസും എല്ലാം തീർച്ചയായും. കമൻറ്റ് ചെയ്യുക. അതെ എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ടും അടുത്തടുത്ത ടോപ്പിക്സും എല്ലാം നമ്മൾ അടുത്തടുത്ത പോഡ്കാസ്റ്റിൽ ഓക്കെ. ഇനി ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മളൊരു ട്രയലായിരുന്നു. അതെ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും നമുക്ക് അതെ അതെ. വേണം. ഈ കമന്റ്സ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇമോജിയിൽ മാത്രം ഒതുക്കരുത് നിങ്ങളുടെ കമന്റ്സ്. കാരണം അതെ വളരെ എഫക്റ്റീവായിട്ട് മറ്റുള്ളവർക്കും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട്, ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരു അവയർനെസ്സും കൂടി ആയിട്ട് നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും നന്നാവുക എന്ന് എനിക്ക് ഹെൽത്തി തോന്നുന്നു. കമൻസ്. ഹെൽത്തി കമന്റ്സ്. healthy comments. ഹെൽത്തി കമന്റ്സ്. വിൽ ബി ഹാപ്പി. Yeah, Will be happy. we'll Yeah. be happy. Okay, thank you so Anyway, much for participating in this podcast. It thank you was a so very much. താങ്ക് യു സോ wonderful മച്ച്. time. താങ്ക് യു. Thank you so much. താങ്ക് യു. Thank you.